ആയിട്ട് ഭയങ്കര പ്രശ്നമാണ്. ഒരു ലൈൻസ് ഇങ്ങനെ പാടിയിട്ട് അത് റിപ്പീറ്റ് ചെയ്യും. ലഹരി മ്യൂസിക് അല്ല, ഒരു ലഹരിയും വേണ്ട. ഷൈൻ ടോം ചാക്കോയുടെ ചോദ്യമായി പോയിട്ടോ. ഷൈൻ ടോം ചാക്കോ നല്ല എനിക്ക് ഇഷ്ടപ്പെട്ടു ഇന്റർവ്യൂ. നിങ്ങൾ കുടിക്കുന്ന ഗ്ലാസ്സിലെ വെള്ളത്തിൽ എത്രാമത്തെ തുള്ളിയിലാണ് ദാഹം തീർന്നത്? നൗകയുമായി. ഹായ്, നമസ്കാരം. ഇന്ന് നമുക്ക് അതിഥിയായി കിട്ടിയിരിക്കുന്നത് മലയാള പ്രേക്ഷകർക്ക് ഐഡിയ സ്റ്റാർ സിംഗർ എന്ന മ്യൂസിക് റിയാലിറ്റി ഷോയിലൂടെ ഫെമിലിയറായ, പ്രശസ്തനായ, അനുഗ്രഹീതനായ ഒരു കലാകാരനെ. അദ്ദേഹത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ തബലിസ്റ്റ് ആണോ, കീബോർഡിസ്റ്റ് ആണോ, മ്യൂസിഷ്യനാണോ, എല്ലാ നിലകളിലും പ്രാഗൽഭ്യം തെളിയിച്ച അനുഗ്രഹീതനായ ഒരു കലാകാരൻ. ഇന്ന് നമ്മുടെ UAE നാദബ്രഹ്മ ഓർക്കസ്ട്രയുടെ നെടുംതൂണുകളിൽ ഒരാളായ ബൈജു നാദബ്രഹ്മയാണ് നമുക്ക് ഇന്ന് ഇവിടെ കിട്ടിയിരിക്കുന്നത്. നമസ്കാരം ബൈജുട്ടാ. നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം, ദൈവകൃപയാൽ സുഖം. നമ്മളുടെ ഏഷ്യാനെറ്റിൽ ഏറ്റവും ഒരു പോപ്പുലർ ആയിട്ടുള്ള ഒരു പ്രോഗ്രാം തന്നെയായിരുന്നു നമ്മുടെ ഐഡിയ സ്റ്റാർ സിംഗർ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രേക്ഷക മനസ്സിൽ കൂടുതൽ, അതിന് മുൻപും നമ്മള് TV ചാനലും ദൂരദർശനമൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ ആ ഒരു പ്രോഗ്രാം സത്യം പറഞ്ഞത് ആരാധന കഥാപാത്രമായിട്ട് ശരിക്കും പറഞ്ഞാൽ മാറിയത് അതാണ്. കാരണം ഈ ക്യാമറ കണ്ണുകൾ ഒപ്പിയെടുക്കുന്ന ചില കഥാപാത്രങ്ങളുണ്ട്. അപ്പൊ അതില് എന്റെ ഇടയില് എന്താ പറയാ, ബൈജന്റെ ആ ഒരു താളങ്ങളും പിന്നെ മറ്റേ ആ കുട്ടിയുടെ പേരെന്നാ, സുരേഷ് ബാബു, ഇവരൊക്കെയാണ്. അതെ അതെ. അപ്പൊ അവരൊക്കെയാണ് കൂടുതൽ കാണിക്കുമ്പോഴാണ് പിന്നെ ഇവിടെ വന്നിട്ട് ബൈജയുടെ കൂടെ ഫസ്റ്റ് ഞാൻ എനിക്ക് തോന്നുന്നു ഷാർജയിലെ ഇന്ത്യൻ അസോസിയേഷൻ പാടാൻ വന്നു. അപ്പൊ സത്യം പറഞ്ഞാൽ ഞാൻ ഐ എം സോ ബ്ലെസ്ഡ് ആക്ച്വലി. ഒരുപാട് അപ്പോഴാണ് കൂടുതൽ നമ്മൾ സംസാരിച്ചതും. ഒരുപാട് സന്തോഷമായിരുന്നു. രണ്ടു കാര്യങ്ങൾ പറയാം. ആദ്യം ബുദ്ധി ഉണ്ടെങ്കിലേ മുട്ടുള്ളൂ, ആദ്യം പറഞ്ഞേനെ. രണ്ടാമത്തെ ഐഡിയ സ്റ്റാർ സിംഗറാണ് കൂടുതൽ ഫെയിം ആക്കിയത്. പക്ഷെ ഒരു മ്യൂസീഷ്യന്റെ ഏറ്റവും ബെസ്റ്റ് പ്രോഗ്രാം എന്ന് പറയുന്നത് ഏഷ്യാനെറ്റിൽ ഉണ്ടായിരുന്ന സംഗീത സാഗരം എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം. മഹാനായ SPB, ജയചന്ദ്രൻ ചേട്ടൻ, ജാനകിയമ്മ, സുശീലമ്മ, മാധുരിയമ്മ, വാണിയമ്മ, ഉദയഭാനു ചേട്ടൻ, ഉണ്ണിമേനോൻ, രവീന്ദ്രൻ മാസ്റ്റർ, അങ്ങനെ ദാസേട്ടൻ്റെ കുറച്ച് എപ്പിസോഡ്സ് ഉണ്ടായിരുന്നു. അങ്ങനെ അവരുടെയൊക്കെ ജീവചരിത്രങ്ങൾ, അവരുടെ ഇന്റർവ്യൂസും അവരുടെ പാട്ടുകളും അതിൽ പ്ലേ ചെയ്ത് അതായിരുന്നു ഒരു മ്യൂസീഷ്യൻ എന്നുള്ള നിലയിൽ എൻ്റെ ഏറ്റവും ബെസ്റ്റ് പ്രോഗ്രാം. ഓഫ് കോഴ്സ് ഐഡിയ സ്റ്റാർ സിംഗറാണ് കൂടുതൽ ഫെയിം ഉണ്ടാക്കിയത്. ഫാൻസ് അസോസിയേഷൻ ഉണ്ടായിരുന്നു. ആദ്യത്തെ ഒരു സെലിബ്രിറ്റി ഗസ്റ്റ് എന്നൊക്കെ, തബലിസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് ഇതൊക്കെ ഉണ്ടായിരുന്നു. 2-3 സ്ഥലത്ത് ഉദ്ഘാടനം ചെയ്യാൻ പോയിട്ടുണ്ട് നാട്ടില്. അപ്പൊ അങ്ങനെയൊക്കെ ഭാഗ്യങ്ങളുണ്ടായിട്ടുണ്ട്. എല്ലാം ദൈവത്തിന്റെ അനുഗ്രഹം, അല്ലാതെ എൻ്റെ അതായ കഴിവൊന്നുമില്ല. ഞാൻ നല്ലൊരു മ്യൂസീഷ്യനാണ്, ഒരു ഭയങ്കര ആർട്ടിസ്റ്റ് അല്ല, ഭയങ്കര പ്ലെയർ ഒന്നുമല്ല. പിന്നെ എൻ്റെ ഡെഡിക്കേഷനും എൻ്റെ ഗുരുക്കന്മാരുടെ അനുഗ്രഹവും ദൈവത്തിൻ്റെ അനുഗ്രഹവും മാത്രമാണ് എൻ്റെ കല എന്ന് പറയുന്നത്. പിന്നെ എന്ത് ചെയ്താലും അതിലൊരു പെർഫെക്ഷൻ വേണമെന്ന് നിർബന്ധമുള്ള ആളാണ്. കാരണം എനിക്ക് അതിന് ഞങ്ങളുടെ ഗ്രൂപ്പ് നാട്ടിൽ ഭയങ്കര സ്ട്രോങ് ആയിരുന്നു. നാദബ്രഹ്മ എന്ന് പറഞ്ഞ അത് അങ്ങനെ ആരെങ്കിലും ഇൻസൾട്ട് ചെയ്യാനോ അല്ലെങ്കിൽ ആരെങ്കിലും വേദനിപ്പിക്കാനോ ഞാൻ വലിയ കേമനാണെന്ന് വിചാരിച്ച് കാണിക്കുന്നതുമല്ല. എൻ്റെ ഗുരു എന്ന് പറഞ്ഞാൽ 10 വർഷം ഞാൻ ദേവരാജൻ മാസ്റ്ററിന്റെ കൂടെ ഉണ്ടായിരുന്നു. ദേവരാജൻ മാസ്റ്റർ എന്ന് പറഞ്ഞ സംഗീത ചക്രവർത്തിയുടെ കൂടെ 10 വർഷം സഹകരിക്കാൻ പറ്റിയതും, അത് സഹകരിക്കാൻ പറ്റിയെന്നല്ല, ശരിക്കും മാസ്റ്റർ എന്നെ അംഗീകരിച്ചു എന്നുള്ളതാണ്. മാസ്റ്ററിന്റെ കൂടെ നിർത്തി എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അതെ. അപ്പൊ ആ ഒരു സ്കൂൾ ആയതുകൊണ്ടാണ് കുറച്ചുകൂടെ ഞാൻ കുറച്ച് കണിശക്കാരനാണ്. അല്ലാതെ ഞാൻ ആരെ ഇൻസൾട്ട് ചെയ്യും. ഇപ്പൊ ഒരാളൊരു നോട്ട് മാറി വായിക്കുകയാണെങ്കിൽ ഞാൻ ഉടനെ എന്നില് ഒരു പെട്ടെന്നൊരു വികാരം ഉണ്ടായിട്ട് ഞാൻ അതല്ല എന്ന് പറയും. ആക്ച്വലി ഞാൻ പറയാതിരുന്നാലും പ്രശ്നമില്ല, പറഞ്ഞാലും പ്രശ്നമില്ല. പക്ഷെ എനിക്ക് ആ പെട്ടെന്ന് ആ തെറ്റ് മാറ്റി കൊടുക്കണം എന്നുള്ളൊരു വിചാരമുണ്ട്. മാസ്റ്റർ എന്നെ പറഞ്ഞിട്ടുണ്ട്, ഒരു തെറ്റ് ആരെങ്കിലും മിസ്റ്റേക്ക് തെറ്റെന്നല്ല, ഒരു മിസ്റ്റേക്ക് വരുത്തുകയാണെങ്കിൽ നിനക്ക് ആ മിസ്റ്റേക്ക് തിരുത്താൻ അറിയാമെങ്കിൽ നീ തിരുത്തി കൊടുക്കണം. കാരണം ഈ മിസ്റ്റേക്സ് ആവർത്തിച്ച് പിന്നെ അത് ശരിയായി മാറും. അപ്പൊ അതുകൊണ്ട് നിനക്ക് തിരുത്താൻ അറിയാമെങ്കിൽ നീ തിരുത്തി കൊടുക്കണം, അത് ആരെന്നൊന്നും നോക്കണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെ ആയിപ്പോകുന്നതാണ്, അല്ലാതെ അഹങ്കാരം കാണിക്കുന്നുമല്ല. പിന്നെ എനിക്ക് ഈഗോ കോംപ്ലക്സ് എന്ന് പറയുന്ന സാധനം ഇല്ല. കാരണം എനിക്ക് എൻ്റെ മെറിറ്റ്സും അറിയാം, എൻ്റെ ഡ്രോബാക്സും അറിയാം. എനിക്ക് എത്ര നന്നായിട്ട് വായിക്കാൻ പറ്റുമെന്ന്, എത്ര എനിക്ക് വായിക്കാൻ പറ്റുള്ളൂ എന്നും എനിക്കറിയാം. അതുകൊണ്ട് പിന്നെ ഞാൻ ആരോട് ഈഗോ കാണിക്കാം? ഇന്നലെ വന്ന ഒരു ആർട്ടിസ്റ്റിനോടും എനിക്ക് ബഹുമാനമേ ഉള്ളൂ. അയാളുടെ നിന്ന് എനിക്ക് എന്തെങ്കിലും പഠിക്കാൻ പറ്റും എന്നുള്ള ചിന്താഗതിക്കാരനാണ് ഞാൻ. പിന്നെ എൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ളവർക്ക് അവരുടെ
നിന്നൊക്കെ എന്തെങ്കിലും എനിക്ക് പഠിക്കാൻ കിട്ടും. എന്നെ നല്ല കാര്യം. അപ്പൊ അത് ഞാൻ മാക്സിമം ശ്രദ്ധിക്കുന്നുണ്ട്, ശ്രമിക്കാറുണ്ട്. ബൈചേട്ടൻ തെന്നിന്ത്യയിലെ ഒട്ടുമിക്ക വലിയ വലിയ പ്ലേബാക്ക് സിംഗേഴ്സിന്റെ കൂടെ വർക്ക് ചെയ്യാൻ വൈകിട്ടിന് വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോഴും ഒരുപാട് ഉണ്ട്. ഇതിലേറ്റവും കംഫർട്ടായിട്ട് തോന്നിയ ഒരു കലാകാരൻ ആരാണ്? അതായത് പ്ലേബാക്ക് സിംഗറിലും അതുപോലെ തന്നെ മ്യൂസിഷ്യൻ, മ്യൂസിക് കമ്പോസ്, അങ്ങനെ എല്ലാവരോടും എനിക്ക് ഇഷ്ടമാണ്. എന്തോ ദൈവത്തിന്റെ അനുഗ്രഹം, എന്റെ ഭാഗ്യവും, എല്ലാവർക്കും എന്നെ ഇഷ്ടമാണ് എന്നാണ് എൻ്റെ വിശ്വാസം. ദാസേട്ടനാണെങ്കിലും ചേട്ടനാണെങ്കിലും, ചേട്ടനായിട്ട് വളരെ ഭയങ്കര കമ്പനിയായിരുന്നു. എല്ലാ സിംഗേഴ്സും, മധു ബാലകൃഷ്ണൻ, ചിത്ര ചേച്ചി, സുജാ ചേച്ചി, ജാനകിയമ്മ, സുശീലമ്മ, മാധുരി ചേച്ചി, എല്ലാ വാണിയമ്മയ്ക്ക് കത്തെഴുതുമായിരുന്നു എനിക്ക്. അപ്പോൾ അത്രയും സ്നേഹമുണ്ട്. പിന്നെ പഴയ ആൾക്കാർ, ഉദയഭാനു ചേട്ടൻ, കമുകറ സാറ്, ആൻഡോ ചേട്ടൻ, സിഒ ആൻഡോ, മധുരയ്ക്ക് ഓർമ്മകളൊക്കെ പാട്ടില്ല അവരൊക്കെ. അതായത് ദാസേന്റെ മുമ്പിലത്തെ തലമുറയുള്ള ആൾക്കാരുമായിട്ട് ഞാൻ തുടങ്ങിയത് അവരുമായിട്ടാണ്. അപ്പൊ അവർക്കൊക്കെ എന്നോടൊരു വാത്സല്യമുണ്ട്, ഒരു സ്നേഹമുണ്ട്, എനിക്ക് ആ ബഹുമാനമുണ്ട്. അപ്പൊ അങ്ങനെ അതുകൊണ്ട് അങ്ങനെ പറയാൻ വയ്യ. പിന്നെ ഹരിഹരൻ സാറിനോടും SPB സാറ്, ശങ്കർ മഹാദേവൻ സാറ്, അവരൊക്കെ ആയിട്ട് പ്ലേ ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ വർക്ക് ചെയ്തിട്ടുള്ളതിൽ ഏറ്റവും ഒരു സ്ട്രോങ് മ്യൂസീഷ്യൻ എന്നൊക്കെ എനിക്ക് തോന്നിയിട്ടുള്ള 3 പേരാണ്. ഒന്ന് ശങ്കർ മഹാദേവൻ, ഒന്ന് പാലക്കാട് ശ്രീറാം, പിന്നെ ഒന്ന് നമ്മുടെ മ്യൂസിക് ഡയറക്ടർ ശരത് അണ്ണാച്ചി. അവർ 3 പേരാണ് ഏറ്റവും ടഫസ്റ്റ് മ്യൂസീഷ്യൻ എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. മീൻസ് ഭയങ്കര അറിവും പെർഫെക്ഷനും ഇവർ 3 പേരാണ്. അല്ലാതെ ഇങ്ങനെ വേറെ കമ്പാരിസൺ അല്ല, എല്ലാവരുമായിട്ട് ഞാൻ ഓക്കെയാണ്. എന്നോടും അവർക്ക് ആ സ്നേഹമുണ്ട്. അതുകൊണ്ട് അങ്ങനെ പ്രത്യേകിച്ച് മാറ്റി പറയാൻ പറ്റില്ല. അല്ല, ഓക്കെ, ശരിയാണ്, അങ്ങനെയാണ് പറയാൻ പറ്റില്ല. നമ്മൾ ഈ TV ഷോസ് ചെയ്യുമ്പോൾ പ്രോഗ്രാം ചെയ്യുന്ന ഒരു വൈബ് അല്ലല്ലോ TV ഷോ ചെയ്യുമ്പോൾ. ആ ഒരു ഇതെങ്ങനെയാണ്? അത് വലിയ ബുദ്ധിമുട്ടായിരുന്നു. കാരണം ഈ കണ്ടസ്റ്റൻസ് എല്ലാം ഭയങ്കര, ഇപ്പോഴുള്ള പിള്ളേരെന്ന് പറയുന്നത് എല്ലാം ഭയങ്കര ടാലന്റഡ് എന്ന് ഞാൻ പറയില്ല, അങ്ങനെ ഞാൻ പറയില്ല. പക്ഷെ ഭയങ്കര വളരെ എക്വിപ്ഡ് ആണ്, സ്കിൽഡ് ആണ്. അവരുടെ സ്കിൽസ് ആണ് അവർ കാണിക്കുന്നത്. അത് പ്രാക്ടീസ് അവർക്ക് ഏറ്റവും ടോപ്പ് ആകണമെന്നുള്ളൊരു വാശിയും വൈരാഗ്യമല്ല, ഒരു വാശി ഉണ്ടാവും. ഏറ്റവും നന്നായിരിക്കണം, ജഡ്ജസ് ലെസ് കമന്റ്സ്, മോശം കമന്റ്സ് പറയണം എന്നൊക്കെ ആഗ്രഹം കൊണ്ട് അവർ പ്രാക്ടീസ് ചെയ്യും. അവരുടെ സ്കില്ലാണ്. ഭയങ്കര ഹൈലി ടാലന്റഡ് എന്ന് പറഞ്ഞാൽ, ഇപ്പൊ നമുക്ക് എത്രയോ വർഷമായിട്ട് റിയാലിറ്റി ഷോസ് നടക്കുന്നു. ഒരു യേശുദാസോ, ഒരു ജയചന്ദ്രനോ, ഒരു ചിത്രയോ, സുജാതയോ വന്നിട്ടുണ്ടോ അതിനുശേഷം? കുറെ പേര് പാടുന്നു എന്നുള്ളതല്ല. അപ്പൊ അതുകൊണ്ട് ഹൈലി ടാലന്റഡ് എന്ന് എനിക്ക് പറയാനില്ലേ. ഞാൻ കണ്ടുള്ളതിൽ ഏറ്റവും ഭയങ്കര എന്ന വേർഡ് ശരിയല്ല, എങ്കിലും പറയാൻ ഏറ്റവും മികച്ചത് യേശുദാസ് സാറാണ്. ദാസേട്ടൻ തന്നെയാണ് ഏറ്റവും. കാരണം ഏതൊക്കെ മ്യൂസിക് ഡയറക്ടേഴ്സ് ഏതെല്ലാം ഭാവത്തിൽ കൊടുത്തിട്ടുണ്ട്, അതെല്ലാം അദ്ദേഹം അതിമനോഹരമായിട്ട് തന്നെ റെൻഡർ ചെയ്യുന്നുണ്ട്. നമ്മൾ അതേ കേൾക്കുന്നുള്ളൂ. പല മ്യൂസിക് ഡയറക്ടേഴ്സായിട്ട് ഞാൻ പറഞ്ഞു, മാസ്റ്ററിൻ്റെ കൂടെ ഉള്ളവരും പലരുടെ അടുത്തും ഞാൻ M ജയചന്ദ്രൻ്റെ കൂടെ വരെയുള്ളവർ ഒക്കെ പ്ലേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ റെക്കോർഡിങ്ങിന് വെച്ചിട്ടുണ്ട്, സ്റ്റേജിലും കൂടിയിട്ടുണ്ട്, അവരുമായിട്ടൊക്കെ അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ സംസാരത്തിൽ നിന്നും അവരെന്താ കൊടുക്കുന്നത്, അവരെന്താ ഉദ്ദേശിക്കുന്നത്, അതിനപ്പുറമായിട്ട് ഒരു പിടിയെങ്കിലും മുകളിലിട്ട് ദാസേട്ടനൊക്കെ കൊടുക്കാൻ പറ്റും. അപ്പൊ ദാസേട്ടൻ തന്നെയാണ് ഇന്ത്യയിൽ നിന്നുള്ള ലോകത്തെ ഏറ്റവും നമ്പർ. ദേവരാജ മാസ്റ്റർ പറഞ്ഞിട്ടുണ്ട്, ഞാൻ പഴയ പാട്ടിന്റെ ഒരു കാര്യം ചോദിച്ചു, ശക്തിമയം ശിവശക്തിമയം എന്നുള്ള പാട്ടിന്റെ കാര്യങ്ങൾ സംസാരിച്ചു. അപ്പൊ മാസ്റ്റർ പറഞ്ഞു, അത് എടുത്തിട്ട് പറഞ്ഞു, അന്ന് ദാസിന് യേശുവിന് എൻ്റെ ശ്രുതിക്ക് പാടാൻ പറ്റിയില്ല. അപ്പം ശ്രുതി കുറച്ചു കൊടുത്തു, റിഹേഴ്സൽ ചെയ്തു. ഒരാഴ്ച റിഹേഴ്സൽ കഴിഞ്ഞ് റെക്കോർഡിങ്ങിൻ്റെ അന്ന് യേശു എന്ന് പറഞ്ഞു, മാസ്റ്റർ ഞാൻ മാസ്റ്ററിന്റെ ശ്രുതി പാടാന്ന് പറഞ്ഞു. അപ്പം മാസ്റ്റർ പറഞ്ഞു, വേണ്ട, ഓർക്കസ്ട്രയൊക്കെ റിഹേഴ്സൽ ചെയ്തതല്ലേ, അല്ല ഞാൻ പാടാം, ഞാൻ പ്രാക്ടീസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. അപ്പോൾ മാസ്റ്റർ പറഞ്ഞൊരു വാക്കാണ്. അവൻ അത്ര കോൺഫിഡൻ്റ് ആയിട്ട് പറയുമ്പോൾ അവൻ്റെ കോൺഫിഡൻസിനെ എനിക്കെങ്ങനെ ധിക്കരിക്കാൻ പറ്റും? അവൻ്റെ കോൺഫിഡൻസ് അവനല്ലേ അറിയുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞു, ശരി, ശ്രുതി ഓർക്കസ്ട്രക്കാരെന്ന് പറഞ്ഞു, ശ്രുതി കൂട്ടാൻ പറഞ്ഞു, എൻ്റെ ശ്രുതിയിലാക്കി പാടി. എന്നിട്ട് മാസ്റ്റർ പറയുന്നു, അസാധ്യമായിട്ട് പാടിയെന്ന്. ശക്തിമയം എന്നുള്ള പാട്ട് നിങ്ങൾ കേൾക്കുമ്പോൾ മനസ്സിലാവും. നിങ്ങൾ ഇന്ന് വീട്ടിൽ പോയിട്ട് ആ പാട്ടൊന്ന് കേൾക്കണം. കാരണം അത് മേൽ സ്റ്റൈൽ മാത്രമേ ഉള്ളൂ. ദാസേട്ടൻ ഇങ്ങനെ പാടിയിരിക്കുന്നത്. എന്നിട്ട് മാസ്റ്റർ ഒരു കമന്റ് അടിച്ചു, ലോകത്ത് 40 വർഷമായിട്ട് നമ്പർ 1 യേശുവാണ്. ഏത് ഫീൽഡ് എടുത്താലും, സ്പോർട്സോ ആർട്സോ എന്ത് വേണോ എടുത്തോളൂ, നമ്പർ 1 40 വർഷമായിട്ട് യേശുവാണ് എന്നാ പണ്ടാണ് പറഞ്ഞത്. അപ്പൊ ഞാൻ ആലോചിച്ചു, സച്ചിൻ ടെണ്ടുൽക്കർ വൺ ഓഫ് ദ ബെസ്റ്റ് വേൾഡിലെ ക്രിക്കറ്റ് പ്ലെയറാണ്. എത്ര കൊല്ലം കളിച്ചു? 20-25 വർഷം. മറഡോണ എത്ര നാൾ കളിച്ചു? 10-15 വർഷം. റോജർ ഫെഡറർ എത്ര നാൾ കളിച്ചു? ബോറിസ് ബക്കർ എത്ര നാൾ കളിച്ചു? അവർക്കൊക്കെ ഒരു 20 കൊല്ലത്തിന് ശേഷം, അല്ലെങ്കിൽ അവർക്ക് അതിൽ കൂടുതൽ ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷേ ദാസേട്ടൻ ഇപ്പോഴും, അന്ന് ഈ മാസ്റ്റർ പറയുന്ന സമയത്തും ഇപ്പോഴും നമ്പർ 1 ലോകത്ത് ഏത് ഫീൽഡിലാണ്. അപ്പൊ ആ മനുഷ്യൻ്റെ കൂടെയൊക്കെ പ്ലേ ചെയ്യാനും അദ്ദേഹത്തിന്റെ സ്റ്റേജിൽ വായിക്കാനും
റെക്കോർഡിങ്ങിൽ വായിക്കാനൊക്കെ കിട്ടിയ ഭാഗ്യം എന്ന് പറഞ്ഞാൽ പുണ്യം എന്നേ പറയാനുള്ളൂ. പിന്നെ കേരളത്തിൽ വിട്ടിട്ട് മറ്റു അന്യഭാഷ പ്രൊഡ്യൂസേഴ്സ് അവരുടെ കൂടെയൊക്കെ അല്ലെങ്കിൽ മ്യൂസീഷ്യൻസ് അവരുടെ കൂടെയൊക്കെ വർക്ക് ചെയ്തു. എം ജയചന്ദ്രന്റെ അസിസ്റ്റന്റ് ഒരു മുരുകൻ ഉണ്ടായിരുന്നു, എൻ്റെ ഫ്രണ്ടായിരുന്നു, ഞങ്ങൾ കളിച്ചു വളർന്നതാണ്. അയാളാണ് ഈ ഋതമൊക്കെ ചെയ്യുന്നത്. അപ്പം അയാൾ തമിഴ് ഫിലിമിന് വേണ്ടി അയാൾ പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. അപ്പം അയാളുടെ വീട്ടിലോട്ട് ഞങ്ങൾ വായിച്ചു കൊടുത്ത് അങ്ങനെ പോസ്റ്റ് ഉണ്ട്. ഏത് സിനിമയാണെന്നൊന്നും അറിയില്ല. രവീന്ദ്ര മാസ്റ്റർ, ജോൺസൺ മാസ്റ്റർ, അർജുന മാസ്റ്റർ, ഏറ്റുമാർ സാറ്, തെരങ്കണി കാസറ്റിലൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്. രാധാകൃഷ്ണൻ ചേട്ടൻ, എം ജി രാധാകൃഷ്ണൻ ചേട്ടൻ, MSV കൂടെ പ്ലേ ചെയ്തിട്ടുണ്ട്. ഈ ദുബായിലേക്കുള്ള ഒരു ദുബായിലേക്ക് വന്ന് ഒരു ഫ്രണ്ട് ഫാമിലിയും വീട്ടിൽ വന്ന് നിർബന്ധിച്ച് അവരുടെ കമ്പനി മാനേജ് ചെയ്യാനായിട്ട് കൊണ്ടുവന്നതാണ്. ഞാൻ പറഞ്ഞു അപ്പൊ അത് രസം. ഞാനേ 30-35 വർഷമായിട്ട് ആ ഫീൽഡിൽ നിൽക്കുകയാണ്, കലാരംഗത്ത് നിൽക്കുകയാണ്. അപ്പോഴാണ് പുള്ളിയും ഫാമിലിയും വീട്ടിൽ വന്നിട്ട് പറഞ്ഞു, ബൈച്ചേട്ടാ നിങ്ങൾ വന്ന് എന്നെ ഒന്ന് സഹായിക്കണം. ഫാമിലി ഫ്രണ്ട് എൻ്റെ കമ്പനി മാനേജ് ചെയ്യണം, എനിക്ക് കുറച്ച് പ്രശ്നങ്ങളുണ്ട്, എനിക്കെല്ലാം കൂടെ നോക്കി നടത്താൻ പറ്റില്ല, ബൈച്ചേട്ടനാണെങ്കിൽ എനിക്ക് വിശ്വാസമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഫാമിലി സ്റ്റാറ്റസ് നിന്ന് എന്നെ കൊണ്ടുവന്നു. കൺസ്ട്രക്ഷൻ കമ്പനി. അപ്പൊ ഒരു ബന്ധമില്ല. അപ്പോ ഞാൻ പറഞ്ഞാൽ വരുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ സ്റ്റേറ്റ്സിൽ നിന്ന് വന്ന് അമേരിക്കയിലെ ഒരു പ്രോഗ്രാമിന് പോയിട്ട് വന്നതാണ്. ഭയങ്കര ജെറ്റ്ലാഗ്. ഞാൻ ഉറങ്ങി കിടക്കുമ്പോഴേ ഇവരെന്തൊക്കെ പറയുന്നു വീട്ടിലിരുന്ന്. എനിക്കൊന്നും കേൾക്കാൻ വയ്യ. ഞാൻ ഓക്കെ പറഞ്ഞു എന്നാണ് ഇവർ പറയുന്നത്. 2 ദിവസം കഴിഞ്ഞിട്ട് പുള്ളി വിളിച്ചിട്ട് പറഞ്ഞു, വിസയ്ക്ക് ഇത് ചെയ്യാണ്, പ്രോസസ്സിങ് ആണ്. ഞാൻ പറഞ്ഞു, എന്ത് വിസ, ഏത് വിസ? അല്ല ബച്ചനം പറഞ്ഞല്ലോ വരാന്ന് പറഞ്ഞല്ലോ. ഞാൻ വരത്തില്ലെന്ന് പറഞ്ഞു. വീട്ടിൽ ഭയങ്കര വഴ. അപ്പൊ പിന്നെ സ്വന്തക്കാരും ബന്ധുക്കളും നാട്ടുകാരെല്ലാം പറഞ്ഞു, പോ ഇത്രയും നാളായില്ലേ ഇവിടെ നിന്ന് കൊട്ടുന്നത്, ഗൾഫിൽ പോ, അവിടെ നല്ല ഇതൊക്കെ കിട്ടും, ഭയങ്കര ഇതാണ്, പിള്ളേരൊക്കെ വളർത്തണ്ടേ, പിടിയാണെന്നൊക്കെ പറഞ്ഞു. നാട്ടുകാർക്കാണ് ശല്യം. നാട്ടുകാരും ബന്ധുക്കളും എല്ലാം പെട്ടെന്ന് പോകും. 2 പേര് മാത്രം പോകണ്ടെന്ന് പറഞ്ഞു. ഒന്ന് എം ജയചന്ദ്രൻ പറഞ്ഞു, പിന്നെ ഗായകൻ സുദീപും പറഞ്ഞു, പിന്നെ നമ്മുടെ സുരേഷ് അപ്പോണനും പറഞ്ഞു പോണ്ടടാന്ന് പറഞ്ഞു. ബാക്കിയെല്ലാവരും പോന്ന് പറഞ്ഞു. അങ്ങ് പോന്നു. വന്ന ഒരു 2 മാസം കഴിഞ്ഞപ്പോ ഒരു പ്രോഗ്രാം വിളിച്ചായിരുന്നു. അപ്പൊ ഇങ്ങനെ ആൾ ഉണ്ടെന്ന് കുറച്ച് പേർക്കൊക്കെ അറിഞ്ഞു. പിന്നെ ഉടനെ ഒരു വലിയ ഷോ വന്നു. നാട്ടിൽ നിന്നൊരു ട്രിവാൻഡ്രം അസോസിയേഷൻ്റെ ഒരു പ്രോഗ്രാം വന്നു. വേണുഗോപാലേട്ടനും കുറെ പേര്, ജോത്സ്നയൊക്കെ വന്ന്, വിജയേശ്വദാസൊക്കെ വന്നു. അപ്പൊ അതിന്റെ സംഘാടകർ എന്നെ വിളിച്ചിട്ട് ഓർക്കസ്ട്ര തരാമെന്ന് ചോദിച്ചു. വേറൊരു ടീമും ഉണ്ടായിരുന്നു. ഞാൻ കുറച്ച് പേരുമായിട്ട് പോയി. അപ്പൊ പിന്നെ ഞാൻ ഇവിടെ ഉണ്ടെന്ന് കുറെ പേരൊക്കെ അറിഞ്ഞു. അയാൾ ചിലപ്പോൾ ഓർക്കസ്ട്ര ആരാന്ന് ചോദിക്കില്ല, ബൈജു ഉണ്ടെന്നാലും ബൈജു ഏട്ടനുണ്ടെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പിന്നെ എല്ലാരും വിളിച്ചു തുടങ്ങി. ഡയറക്റ്റായിട്ട് വിളിക്കും. പിന്നെ ഈ സോഷ്യൽ മീഡിയ, ഫേസ്ബുക്ക് ഉണ്ടല്ലോ, ഫേസ്ബുക്കിലൊരു ഫോട്ടോ ഇടുമ്പോൾ തന്നെ ഗൾഫിലോ എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ ചോദിക്കും. പിന്നെ അപ്പൊ ഓർക്കസ്ട്ര ഇട്ടു. അപ്പൊ നമുക്ക് ഇങ്ങനെ അന്വേഷണം. പിന്നെ ആ സമയത്തൊക്കെ 2010 മുതൽ ഒരു 2020 വരെ പല സംഘടനകളും എന്നെ വിളിച്ചിട്ട് അവർക്ക് കോർഡിനേറ്റ് ചെയ്യാൻ പറയും. സിംഗേഴ്സിനെയും ഓർക്കസ്ട്രയും പ്രോഗ്രാം കോർഡിനേറ്റ് ചെയ്യാൻ പറയുമായിരുന്നു. അപ്പൊ അങ്ങനെ ഒരുപാട് ഷോസ് ചെയ്തിരുന്നു. കുറെ പേരെ കൊണ്ടുവന്നു. ഇപ്പൊ പല മ്യൂസിക് ഡയറക്ടേഴ്സിന്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ ലൈവ് ഓർക്കസ്ട്രയിൽ വർക്ക് ചെയ്യുന്നതും മ്യൂസിക് റെക്കോർഡ് ചെയ്യുമ്പോൾ വർക്ക് ചെയ്യുന്നതും തമ്മിൽ വ്യത്യാസം ഉണ്ടാവില്ലേ? അതെങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്? ഡിഫറൻസ് ഒക്കെ ഫീൽ ചെയ്യും. പക്ഷേ 2-3 കാര്യങ്ങളുണ്ട്. അതായത് ഒന്ന്, ഞാൻ എവിടെയും യോജിക്കും. എനിക്ക് ആരുടെയും പ്ലേ ചെയ്യാൻ പറ്റും. സക്കീർ ഹുസൈൻ സാബ് വന്നിരുന്നാലും എനിക്ക് കൂടെ വായിക്കാൻ പറ്റും. പഠിക്കാത്ത ഒരാൾ വന്നാലും എനിക്ക് യോജിക്കാൻ പറ്റും. കാരണം ഞാൻ പറഞ്ഞില്ല, എനിക്ക് മറ്റേ സാധനമില്ല, 3 അക്ഷരമില്ല, ഈഗോ ഇല്ല. അതാണ് ഒന്നാമത്തെ കാര്യം. എനിക്ക് യോജിക്കാൻ പറ്റും. ആരുടെ എനിക്ക് യോജിക്കാൻ പറ്റും. പക്ഷെ എന്തെങ്കിലും ഇതൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞൊക്കെ കൊടുക്കും. ചിലപ്പോൾ പെട്ടെന്ന് റിയാക്ട് ചെയ്യും, അത്രേ ഉള്ളൂ. അല്ലാതെ എനിക്ക് ആ പ്രശ്നമില്ല. പിന്നെ ഇവിടെ വന്ന സമയത്ത് ഭയങ്കര, ഇവിടെ ആരും അങ്ങനെ ലൈവ് വായിക്കുന്ന ഇതില്ലായിരുന്നു. അതെനിക്ക് അഭിമാനമുണ്ട്. ഞാൻ വന്നിട്ടാണ് ഇവിടെ ലൈവായിട്ട് എല്ലാവരും വായിപ്പിച്ചെടുത്തത്. കാരണം ഇവിടെ മ്യൂസീഷ്യൻസിന് വായിക്കാൻ പറ്റും, പക്ഷെ എല്ലാവരും ഉഴപ്പായിരിക്കും. മിക്കവാറും നാട്ടിൽ നിന്ന് ആൾക്കാർ ട്രാക്കൊക്കെ കൊണ്ടുവന്ന്, സിംഗേഴ്സ് വരുമ്പോൾ അവർ ഒറിജിനൽ ട്രാക്സ് ഒക്കെ കൊണ്ടുവരും. മിക്കവാറും റിഹേഴ്സലിന് സമയം കിട്ടില്ല എന്നൊക്കെ പറഞ്ഞ എക്സ്ക്യൂസ് പറഞ്ഞിട്ട് അവർ ട്രാക്ക് പ്ലേ ചെയ്യും. അപ്പൊ അത് മാറ്റി നമ്മൾ ലൈവ് ഓർക്കസ്ട്ര ആക്കിയത് ഞാനാണ്. ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത് നാദബ്രഹ്മ അക്കാഡമി ഓഫ് ഫൈൻ ആർട്സ് ആണ്. 38 വർഷമായത്. അപ്പോൾ ഞങ്ങൾക്ക് അതിന്റെ ഓർക്കസ്ട്ര ഉണ്ടായിരുന്നു. ഞങ്ങളാണ് അവിടുത്തെ, പ്രത്യേകിച്ച് ഞാനും സുരേഷ് അപ്പോൺ എന്ന് പറഞ്ഞു, ഞങ്ങൾ 2 പേരും എല്ലാ വലിയ ഷോസിനും ഉണ്ടാവും. സ്റ്റേറ്റ് അവാർഡിനും മറ്റേ അവാർഡ്, മാതൃഭൂമി അവാർഡ്, വനിതാ അവാർഡ് എന്നൊക്കെ പറഞ്ഞ് ഉണ്ടാവും. ഒന്നുകിൽ ഞങ്ങളുടെ ഓർക്കസ്ട്ര ആയിരിക്കും, അല്ലെങ്കിൽ തബലയ്ക്ക് ഞാനും സുരേഷും ആയിരിക്കും. ഞങ്ങൾ നല്ല കോമ്പിനേഷൻ. ഞങ്ങൾ 25 വർഷം ഒരു ബുക്ക് നോക്കി വായിച്ച് പ്ലേ ചെയ്തുകൊണ്ടിരുന്നതാണ്. അപ്പം ഞാനൊരു തെറ്റ് വായിക്കാൻ വേണ്ടി ഉദ്ദേശിച്ചാൽ സുരേഷ് തെറ്റ് വായിച്ചിരിക്കും.
ഒരു ചേഞ്ചസ് വരുത്തണമെന്ന് വിചാരിച്ച് ഞാൻ സുരേഷിനെ നോക്കിയാൽ മതി. ഓക്കെ. ആ ഒരു ഇപ്പൊ വൈറലായ ഒരു പാട്ടുണ്ട്, ദാസേട്ടൻ പാടിയ ഒരു ഗന്ധർവ സംഗീതത്തിൽ ഒരു സ്വർഗപുത്രി നവരാത്രി എന്നുള്ള പാട്ട് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുണ്ട്. അതിൽ തന്നെ ഇടയ്ക്ക് വെച്ച് ഞാനിങ്ങനെ തലയാട്ടുന്നുണ്ട്. അപ്പൊ അതിൽ പലരും കമന്റ് ഇട്ടിരിക്കുന്നത് ആ തബലിസ്റ്റിനെ പോലും തലയാട്ടിയ ദാസേട്ടന്റെ പാട്ട് എന്നാണ് കമന്റ്. യാഥാർത്ഥ്യം അതല്ല. അവിടെ ഒരു ചേഞ്ച് വായിക്കാൻ സുരേഷ് ഉദ്ദേശിച്ചു, അതെനിക്ക് മനസ്സിലായി. അപ്പൊ ഞാൻ വേണ്ട വേണ്ട അതാണ് എന്റെ യാഥാർത്ഥ്യത്തിൽ സംഭവിച്ചതാണ്. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ ഞാനും സുരേഷ് ഒന്ന് നോക്കിയാൽ മതി. ചിലപ്പോൾ ഞങ്ങൾ അറിയാതെ കൈ എടുക്കും, ലെഫ്റ്റ് കൈ എടുത്തിട്ട് പൗഡർ എടുക്കാൻ വേണ്ടിയായിരിക്കും കൈ എടുക്കുന്നത്. രണ്ടുപേരും ഒരുമിച്ചായിരിക്കും എടുക്കുന്നത്. അത്ര കോമ്പിനേഷനാണ്. വലിയ വലിയ പാട്ടുകാരുടെ കൂടെ ഒക്കെ പാടുമ്പോൾ അവരുടെ റെസ്പോൺസ് ഒക്കെ എങ്ങനെയാണ്? അതാ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കാര്യമാണ്. ദാസേട്ടനൊക്കെ ആകുമ്പോൾ ദാസേട്ടൻ ലക്ഷക്കണക്കിന് പാട്ട് പാടിയ ആളല്ലേ, ഓർമ്മയുണ്ടാവില്ലേ, റിപ്പീറ്റേഷനൊക്കെ ഓർമ്മയുണ്ടാവില്ല. അപ്പൊ അങ്ങനെയാണ് ദാസേട്ടനായിട്ട് വലിയ സ്നേഹമായത്. ഒരു സ്വർഗ ഗായിക എന്നുള്ള പാട്ട് സത്യൻ ഫൗണ്ടേഷന്റെ ഒരു പ്രോഗ്രാം 2000 സെപ്റ്റംബർ 12 ഡേറ്റൊക്കെ ഓർമ്മയുണ്ട്. 23 പാട്ട് ദാസേട്ടൻ പാടി. വിജയും വിജയേശുദാസും രാധിക തിലകം ഉണ്ടായിരുന്നു. ടോട്ടൽ 30 പാട്ടേ ഉണ്ടായിരുന്നു. അതിൽ 23 പാട്ട് ദാസേട്ടനെ പാടി. അപ്പൊ ഈ സ്വർഗ ഗായിക എന്നുള്ള പാട്ട് 3ാമത്തെ പാട്ടാണ് അത് പാടിയപ്പോ എന്റെ ഫസ്റ്റ് ആൻസർ 2 തവണ ഒരു ലൈൻ റിപ്പീറ്റ് ചെയ്യണം, ലൈവില് റിപ്പീറ്റ് ചെയ്യണം. അപ്പൊ ദാസേട്ടൻ ഒന്നേ പാടിയുള്ളൂ. അപ്പൊ ഞാൻ രണ്ടാമത്തെ ഇതിന്റെ വായിച്ചപ്പോൾ ദാസേട്ടൻ ഒന്നേ പാടിയുള്ളല്ലോ. പിന്നെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്യും. ദാസേട്ടൻ ഇങ്ങനെ നോക്കി. അപ്പൊ ഞാൻ കുഴപ്പമില്ലാത്ത രീതിയിൽ സ്ഥലമാട്ടി വായിച്ചു. അടുത്ത തവണ ദാസേട്ടൻ ഒന്നേ പാടുള്ളൂ എന്ന് വിചാരിച്ച് ഞാൻ 1 വായിച്ചു. അപ്പൊ ദാസേട്ടൻ 2 പാടി. അപ്പൊ വീണ്ടും പുള്ളി നോക്കി. അപ്പൊ ഞാൻ കുഴപ്പമില്ലാന്ന് പറഞ്ഞു. അടുത്ത തവണ പുള്ളി 3ാമത്തെ പാടാൻ എന്നെ നോക്കിയപ്പോൾ ഞാൻ 2 കാണിച്ചു. അപ്പൊ 2 തവണ വായിച്ചു. അപ്പം ദാസേട്ടന് മനസ്സിലായ പയ്യൻ കുഴപ്പമില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വരുന്നുണ്ടെന്നുള്ളത്. അങ്ങനെ അപ്പൊ അതാ ഞാൻ പറഞ്ഞു, എനിക്ക് ആരെയും സ്വീകരിക്കാൻ പറ്റും, ആരെയും അംഗീകരിക്കാൻ പറ്റും. മറ്റേ സാധനം ഇല്ലല്ലോ, 3 അക്ഷരം ഇല്ലല്ലോ. അപ്പൊ അങ്ങനെ ഭയങ്കര സ്നേഹമായി. ഞാൻ പ്രോഗ്രാമിന്റെ ഇടയ്ക്ക് ഗ്യാപ്പൊന്ന് പോയി അടുത്ത് പോയി ഇങ്ങനെ പ്ലേയിങ് എന്ന് പറഞ്ഞ ഒറ്റ അടിച്ചിങ്ങനെ പിടിച്ചു. കൊള്ളാന്നൊക്കെ പറഞ്ഞ് ഞാൻ അനുഗ്രഹമൊക്കെ വാങ്ങിച്ചു. അന്ന് ആദ്യമായിട്ട് പ്ലേ ആയിരുന്നു. ജാനകിയമ്മയുടെ കൂടെ വളരെ സിമ്പിളാണ്. ഞങ്ങള് ഈ സംഗീത സാര ഷൂട്ട് സമയത്ത് ഈ ക്രെയിനിലൊക്കെ ഷൂട്ട് ചെയ്യുന്നുണ്ട്. 5-6 ക്യാമറ ഉണ്ട്. അപ്പൊ ഒരാളിങ്ങനെ മുകളിൽ കയറി ഇങ്ങനെ ഷൂട്ട് ചെയ്ത ഇങ്ങനെ കാണുമ്പോൾ ജാനകിയമ്മ ഇത് കണ്ടിട്ട് ഭയങ്കര സന്തോഷമായിട്ട് അത് കഴിഞ്ഞിട്ട് ആ ഷോട്ട് കഴിഞ്ഞ് പറഞ്ഞ് എനിക്കൊന്ന് കയറണമെന്ന് പറഞ്ഞാൽ അതിൽ വലിഞ്ഞു കയറി അത് കംപ്ലീറ്റ് അവരാ ക്രെയിനൊക്കെ പൊക്കി. അത്ര സിമ്പിളാണ്. വായിച്ചിട്ടുണ്ട് കുറെ പ്രോഗ്രാം വായിച്ചിട്ടുണ്ട്. പിന്നെ വൈചേട്ടാ ജയചന്ദ്രൻ സാറായിട്ട് വർക്ക് ചെയ്തിട്ടില്ലേ? അദ്ദേഹത്തെ കുറിച്ച് അദ്ദേഹത്തുമായിട്ടുള്ള വർക്ക് ചെയ്തിട്ടുള്ള അനുഭവം എന്താ? കാരണം എല്ലാവരും പറയുന്നുണ്ട് അദ്ദേഹം വലിയ കണിശക്കാരനാണ്, ദേഷ്യം ഉണ്ടാകുന്നു വർക്ക് ചെയ്യാൻ. പിന്നെ വെരി സിമ്പിൾ ആണ്. നല്ല മനുഷ്യനാണ്, ഭയങ്കര സ്നേഹമാണ്. ചേട്ടൻ വിളിച്ചു പറയും ബൈജു വരുന്നുണ്ട്, 10-ാം തീയതി ഒരു പ്രോഗ്രാം ഉണ്ട്, അവര് വിളിക്കും, എല്ലാം ചെയ്തോണം. റിഹേഴ്സലും എന്നിട്ട് സ്റ്റേജിൽ വന്നിട്ട് പറയും ബൈജു ആണ് ഓർക്കസ്ട്ര എങ്കിൽ ഞാൻ റിഹേഴ്സലൊന്നും വരത്തില്ല, അവനെല്ലാം നോക്കിക്കോളും, ബൈജു മാത്രം മതി എന്നൊക്കെ പറയും. അത് ബാക്കിയുള്ള മ്യൂസീഷ്യൻസിനൊക്കെ ചെറിയ ദേഷ്യം വരും, ഇയാൾ മാത്രം വായിച്ച പരിപാടി നടക്കുമോ എന്നൊക്കെ പലരും ചോദിച്ചിട്ടുണ്ട്. ഇത് ഞാൻ പറയുന്നതല്ല, അദ്ദേഹം പറയുന്നതാണ്. SPBയുടെ ഒരു കുറെ വായിച്ചിട്ടുണ്ട്. ഇവിടെയും ദുബായിലും വായിച്ചിട്ടുണ്ട്. ഇവിടെ ഒരു കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ട്രിവാൻഡ്രത്തിന്റെ അലുമിനി ഉണ്ടായിരുന്നു. അപ്പൊ SPBയും ശ്വേതയും വന്നിരുന്നു, സുജയ ചേച്ചിയുടെ മോളെ. അപ്പൊ കോഴിക്കോട് നിന്ന് തേജിന്റെ ഓർക്കസ്ട്ര ആയിരുന്നു. അവിടെ നിന്ന് ഒരു തബല ഉണ്ടായിരുന്നു, സന്തോഷം ഉണ്ടായിരുന്നു. എന്നെ ഇവിടെ നിന്ന് അവരെ വിളിച്ചു, സംഘടനക്കാരെ വിളിച്ചു. അങ്ങനെ വായിച്ചിട്ടുണ്ട്. അല്ലാതെ നാട്ടിലും കുറെ പ്രോഗ്രാം വായിച്ചിട്ടുണ്ട്. ഈ സംഗീത സാരത്തിന് വായിച്ചിട്ടുണ്ട്. സംഗീത സാരം ഒരു വല്ലാത്തൊരു അനുഭവമാണ്. എന്ന് പറഞ്ഞാൽ അവർ ഇതുപോലെ നമ്മളിരിക്കുന്ന പോലെ ഒരു ഇന്റർവ്യൂർ SPB ഇന്റർവ്യൂ ചെയ്യുന്നു, അപ്പൊ പറയുന്നു, പാട്ട് പാടുന്നു, ഞങ്ങൾ പുറകെ ഇരുന്ന് വായിക്കുകയാണ്. പിന്നെ SPB സ്റ്റേജിൽ നിന്ന് പാടുന്നു. അപ്പൊ കുറെ അനുഭവങ്ങളും ഒക്കെ. ചേട്ടാ, നമ്മുടെ മലയാള സിംഗേഴ്സിന്, അതായത് ഒരുപാട് ഇപ്പൊ സിംഗേഴ്സ് വലിയൊരും ചെറിയായിട്ടുള്ള ഒരുപാട് സിംഗേഴ്സ് ഉണ്ടല്ലോ, അവർക്കൊന്നും നമ്മൾ വേണ്ട രീതിയിൽ നമ്മളെ മലയാളത്തില് കിട്ടുന്നില്ല, അവസരങ്ങൾ കിട്ടുന്നില്ല, അവർ ശ്രദ്ധിക്കപ്പെടുന്നില്ല. കാരണം ഒരുപാട് നല്ല പ്ലേബാക്ക് സിംഗേഴ്സ് ഇപ്പം തമിഴിലും ഒക്കെ ഒരുപാട് സന്ദർഭങ്ങൾ കിട്ടുന്നുണ്ട്, അവർ പാടുന്നുണ്ട്. അതുപോലെ മലയാളം അവരത്ര ശ്രദ്ധിക്കുന്നില്ല. അങ്ങനെ പറയാനുണ്ട്. പക്ഷെ എങ്കിലും ഒന്നാമത്തെ കാര്യം, സിനിമയ്ക്ക് കഥ വേണ്ട, സിനിമയ്ക്ക് സിറ്റുവേഷൻ വേണ്ട, പാട്ടിന് സിറ്റുവേഷൻ വേണ്ടേ? പണ്ടൊക്കെ പാട്ടിന് വേണ്ടി സിറ്റുവേഷൻ ഉണ്ടാക്കുമായിരുന്നു. ഒരു സിനിമയിൽ 8 പാട്ടൊക്കെ ഉണ്ടാവും.
റെസ്റ്റ് ഹൗസ് എന്നൊക്കെ പറഞ്ഞ സിനിമയിലൊക്കെ 8 പാട്ടാണ്. ഈ ചിത്രമേള എന്ന് പറഞ്ഞ ദേവരാജ മാഷ് തമ്പി സാറിന്റെ ആദ്യത്തെ കൂട്ടുകെട്ടാണ്. അതിൽ 8 പാട്ട് ഹിറ്റാണ്. പിക്നിക്കിലെ 8 പാട്ടുകൾ ഹിറ്റാണ്. അതെ, അതെ. 8 പാട്ട് 6 പാട്ട് എല്ലാവരും പണ്ട് വടക്കൻ കഥകളൊക്കെ ഉള്ള എല്ലാ പാട്ടുകളും പാട്ടിന് വേണ്ടി സിറ്റുവേഷൻസ് ഉണ്ടാക്കുമായിരുന്നു. ഒരു വള്ളത്തിൽ പോകുന്നു ഉടനെ ഒരു പാട്ട് അര എന്നെ കിളിച്ചുണ്ടൻ തോണി എന്ന് ചുമ്മാ എഴുതുക, അപ്പൊ പാട്ടാക്കുക. മനസ്സിലായില്ലേ? ഇപ്പൊ സിറ്റുവേഷൻസ് ഇല്ല. ഇപ്പൊ എന്താ പറയുക, ആക്ടിങ് വേണ്ടല്ലോ, ബിഹേവിങ് മതി. പിന്നെ പാട്ട് എന്തെങ്കിലും ചിലപ്പം ഒരു പ്രൊഡ്യൂസറിന് പാട്ട് വേണമെന്നുണ്ടെങ്കിൽ ഷൂട്ട് ചെയ്യാൻ സ്ലോട്ട് ഇല്ല. അപ്പൊ എന്താ ഒരു കാറിൽ പോകുമ്പോൾ അല്ലെങ്കിൽ റേഡിയോ ഒരു പാട്ടിന്റെ 4 പേര് വെക്കുന്നു, അങ്ങനെയുള്ളൂ. അല്ല, ഫിലിമിൽ പാട്ടില്ല. ഇപ്പൊ നജീം അർഷാദാണ് ശരിക്കും പറഞ്ഞാൽ ഈ റിയാലിറ്റി ഷോയിൽ നിന്ന് ഏറ്റവും കൂടുതൽ പാട്ടുകൾ പാടിയിട്ടുള്ള നജീം അർഷാദാണ്. വിവേകാനന്ദൻ നല്ല സിംഗറാണ്. പിന്നെ മൃദുല, പിന്നെ സ്റ്റാർ സിംഗറിലുള്ള ഒരു മാളവിക അനിൽകുമാർ ഉണ്ട്. ഭയങ്കര ഭയങ്കര ടെറിഫിക് സിംഗറാണ്. ഈ പാലക്കാട് ശ്രീമറാമിന്റെ കാര്യമൊക്കെ പറഞ്ഞ പോലെ അതുപോലെ കഴിവുള്ള ആളാണ്. ഞാൻ നൊട്ടേറ്റ് ചെയ്യും പാട്ട്. പിന്നെ ആ മഞ്ച് സ്റ്റാർ സിംഗറിൽ ഒന്ന് ശ്വേത അശോക് എന്ന് പറഞ്ഞു മിടുക്കിയ. സിനിമയിൽ ചാൻസ് ഇല്ല. അപ്പൊ അതുകൊണ്ട് അവര് മോശം ഗായകരൊന്നല്ല. പുതിയ കുട്ടികൾക്ക് എന്തെങ്കിലും അഡ്വൈസ് ഉണ്ടോ? അതായത് പാട്ടിനെ കുറിച്ചോ അല്ലെങ്കിൽ മറ്റുള്ള ഇതിനെ കുറിച്ച് എന്തെങ്കിലും അഡ്വൈസ്? ബൈ പ്രാക്ടീസ്. മനസ്സിലായില്ലേ? അപ്പൊ അങ്ങനെ ചെയ്യണമെന്നാണ്. ഇതൊക്കെ നമ്മൾ പറയും വിനാരടാന്നൊക്കെ ചോദിക്കാം, നീ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കാം. പക്ഷെ അതാണ് എന്റെ റിയാലിറ്റി. തബല കൂടാതെ ഞാൻ ആദ്യം പഠിച്ചത് മൃദംഗമാണ്. ഓക്കെ. മൃദംഗം പഠിക്കുമ്പോൾ കൃഷ്ണയ്യങ്കാർ എന്ന് പറഞ്ഞൊരു തഞ്ചാവൂരിലുള്ള ഒരു വലിയ ഗുരുവിന്റെ എത്ര അടുത്താണ്. വയസ്സിലായിരുന്നു? അതൊരു 6 വയസ്സിൽ. 6 വയസ്സ്. അത് കുറച്ചുനാൾ പഠിച്ചതിന് ശേഷം അദ്ദേഹം അസുഖബാധിതനായിരുന്നു തോന്നുന്നു. അന്ന് ഞാൻ കാണുമ്പോൾ തന്നെ 70 വയസ്സുണ്ട് അദ്ദേഹത്തിന്. വലിയ കണ്ണടയൊക്കെ വെച്ച് പേടിയായിരുന്നു ആദ്യം പോയപ്പോൾ. പിന്നെ അദ്ദേഹത്തിന്റെ ശിഷ്യൻ രാജപ്പ അമ്പി സാർ എന്ന് പറഞ്ഞ തിരുവനന്തപുരത്തുള്ള ഒരു സാറിന്റെ അടുത്ത് പഠിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ വീട്ടില് തബലയും മൃദംഗവും എല്ലാം ഉണ്ടായിരുന്നു. കാരണം അച്ഛൻ ഹാർമോണിസ്റ്റ് ആയിരുന്നു, അച്ഛൻ പാട്ടുകാരനായിരുന്നു, അച്ഛൻ പാട്ട് കമ്പോസ് ചെയ്യും, ഡാൻസിനും നാടകത്തിനൊക്കെ കമ്പോസ് ചെയ്യുന്നു. അച്ഛനൊരു സാത്വികനായ മനുഷ്യനായിരുന്നു. അപ്പോൾ അങ്ങനെ ഇൻസ്ട്രുമെന്റ്സ് ഉണ്ട്. അപ്പം ചുമ്മാ എപ്പോഴും സൗണ്ട് കേൾക്കും വീട്ടിലെപ്പോഴും റിഹേഴ്സലും. അപ്പോൾ ഓരോ തബലിസ്റ്റുകളോ മൃദംഗിസ്റ്റൊക്കെ വരുമ്പോൾ അവരുടെ അടുത്ത് വരുന്ന അവർ പ്ലേ ചെയ്യുന്ന സ്റ്റൈലൊക്കെ നോക്കി ഒക്കെ അങ്ങനെയാണ് പഠിച്ചത്. ഏറ്റവും ഇഷ്ടം തബല ആണോ? അല്ല, എന്റെ ഇഷ്ടമായിരുന്നത് ആയിരിക്കും. കാരണം ഞാൻ ഈ കടകളിലൊക്കെ പോയിട്ട് ടിന്നൊക്കെ വെച്ചിരിക്കും, അതിൽ തട്ടും. ഇപ്പൊ കയ്യിലൊക്കെ അടി കിട്ടിയിട്ടുണ്ട്. എപ്പോഴും കൊട്ടെന്ന് പറഞ്ഞാൽ പലരും കളിയാക്കിയിട്ടുണ്ട്, വഴക്കൊക്കെ പറയും, അമ്മയൊക്കെ പറയും എവിടെ ചെന്നാലും കൊട്ടാണ് എന്നൊക്കെ പറയുമായിരുന്നു. അപ്പൊ പിന്നെ അമ്മൂമ്മ ഭാഗവതരൊക്കെ ആയിരുന്നു. അമ്മൂമ്മ ക്ലാസിക്കൽ പഠിച്ച് തിരുവിതാംകൂർ കൊട്ടാരത്തിലൊക്കെ പാടിയിട്ടുള്ള ആളാണ്. അമ്മൂമ്മ മ്യൂസിക് അക്കാദമി തിരുവനന്തപുരത്ത് തുടങ്ങിയപ്പോൾ ആദ്യത്തെ സ്റ്റുഡന്റ് ആയിരുന്നു. ഭവാനി എന്നായിരുന്നു അമ്മൂമ്മയുടെ പേര്. അതെന്റെ മോളുടെ പേരും. മോള് നന്നായിട്ട് പാടുന്നല്ല, നല്ല ക്രിട്ടിക്കാണ്. അതിലുപരി ഒരു മ്യൂസിക്കിനെ നല്ല വേറൊരു തലത്തിൽ കാണുന്നതാണ്. ഒരു മ്യൂസിക് ഡയറക്ടർ എന്താണ് ഉദ്ദേശിച്ച് ചെയ്തിട്ടുള്ളത് അതിന്റെ ഓർക്കസ്ട്രേഷനിൽ. ഇപ്പൊ ഇളയമോളും പാടും, ശിവാനി എക്സ്പെരിമെന്റ്സ് ചെയ്യുന്നത് ഇളയരാജ സാറിന്റെ പാട്ടുകളിലെ ബേസ് ഗിറ്റാറിന്റെ പാറ്റേൺസും അതിന്റെ പ്രോഗ്രഷനുമാണ്. അപ്പൊ അത്രയും ജ്ഞാനസ്ഥരാണ്. അവർക്ക് താല്പര്യമുണ്ട്. ചെയ്തിട്ടുണ്ടോ? ഐ മീൻ പുതിയതായിട്ട് ഏതെങ്കിലും ചെയ്തിട്ടുണ്ടോ? അല്ല, പാടിയിട്ടുണ്ട്. ഇവിടെ എല്ലാ സ്റ്റൈലും പാടിയിട്ടുണ്ട്. ചേട്ടനായിട്ടൊക്കെ പാടിയിട്ടുണ്ട്. ഉണ്ണിമേൻ ചേട്ടനായിട്ടൊക്കെ, വേണുഗോപാലേട്ടനൊക്കെ ഇട്ട് പാടിയിട്ടുണ്ട്. നന്നായിട്ട് പാടും. ഞാൻ ഇതായിട്ട് പറയുന്നത്, എന്റെ മോളായിട്ട് പറയല്ല, നന്നായിട്ട് പാടുന്നത്. പിന്നെ അവൾക്ക് താല്പര്യമില്ല പാടാനൊന്നും. ഐ മീൻ ഷോ ഓഫ് കാണിക്കുന്ന ഇഷ്ടമല്ല. സൈലന്റ് ആണ് അവൾ. രണ്ടാമത്തെ ആളും അത് തന്നെയാണ്, ചേച്ചിയുടെ അതേ മാതൃകയാണ്. പക്ഷെ അവൾ കുറച്ചുകൂടെ മ്യൂസിക് കമ്പോസിങ് ഒരു ടേസ്റ്റ് ഉണ്ട്. രാജാ സാറാണ് ദൈവം. ദേവരാജ മാസ്റ്റർ, MSV സാറ്, രാജാ സാറ്, അവരെ 3 പേരെയാണ്. SPB മരിച്ച സമയത്ത് 3 ദിവസം പട്ടിണിയായിരുന്നു. കരച്ചിലായിരുന്നു. എന്ത് ബുദ്ധിമുട്ടിയെന്ന് സമാധാനിപ്പിക്കാൻ. മ്യൂസിക്കിനെ അത്ര സീരിയസ് ആയിട്ടാണ്. അതുകൊണ്ട് ഈ സ്റ്റേജിൽ വന്ന് ചുമ്മാ എന്തെങ്കിലും പാടുന്നെങ്കിൽ പെർഫെക്റ്റ് ആയിട്ട് പാടണം എന്നുള്ളത്. ഇപ്പൊ ഞാൻ പറഞ്ഞ മധുപലക്ഷം പാടിയ ആൽബത്തിൽ ഇളയമോള് പാടിയിട്ടുണ്ട്. മൂത്തമോൾക്ക് ആ ചാൻസ് കൊടുത്തപ്പോൾ മൂത്തമോള് പാടുന്നില്ല, ഇളയമോള് പാടാന്ന് പറഞ്ഞ് അങ്ങനെ പാടി, നന്നായിട്ട് പാടിയിട്ടുണ്ട്. ചേട്ടാ ഇവിടെ ഇപ്പൊ ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുന്നുണ്ടോ? ഇല്ല, ഞാനൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിപ്പിക്കുന്നു. തമ്പുരു ആർട്സ് സെന്റർ എന്ന് പറഞ്ഞ്, അവിടെ തബല, കീബോർഡ്, ഗിറ്റാർ, പാട്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഞാൻ ആദ്യം മൃദംഗം പഠിച്ചു. അത് കഴിഞ്ഞ് കുറച്ച് പാട്ട് പഠിച്ചു. അച്ഛൻ വീട്ടിൽ ക്ലാസിക്കൽ അച്ഛൻ പഠിപ്പിക്കുന്നത് കേട്ടിട്ടുണ്ട്. പിന്നെ വേറൊരാളുടെ അടുത്ത് പഠിപ്പിച്ചു, പാർവതിപുരം പത്മനാഭൻ എന്ന് പറഞ്ഞ, പത്മനാഭ അയ്യർ എന്ന് പറഞ്ഞ ഒരാളുണ്ട്.
നമ്മൾ ടി വിയിൽ കാണുന്ന ആളല്ല, വേറൊരാൾ, അച്ഛൻ്റെ ഫ്രണ്ടാണ്. അച്ഛൻ്റെ ഗ്രൂപ്പിലൊക്കെ പാടിക്കൊണ്ടിരുന്ന ആളാണ്. അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹത്തിൻ്റെ അടുത്ത് കുറച്ച് പഠിച്ചു. പിന്നെ കാണുന്നിടത്തു നിന്നെല്ലാം പഠിക്കും. അപ്പൊ ഈ വീട്ടിൽ റിഹേഴ്സൽ നടക്കുമ്പോൾ വരുന്നവരുടെ കൂടെയൊക്കെ ഞാൻ ജോയിൻ ചെയ്ത് അതിലൊരു ജ്ഞാനേശ്വരൻ എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. ശരിക്കും ജ്ഞാനേശ്വരൻ തന്നെ. പുള്ളി തബല മൃദംഗമൊക്കെ ഉണ്ടാക്കും. പുള്ളിയുടെ ഇപ്പൊ ഒരു ഫ്ലൈറ്റ് എടുത്ത് കൊടുത്തിട്ട് അതിനെന്തോ കംപ്ലൈന്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ പുള്ളി 10 മിനിറ്റ് ഉണ്ട് നന്നാക്കും. അഗ്രഹണി ജ്ഞാനേശ്വരൻ. അദ്ദേഹത്തിന്റെ അച്ഛൻ വലിയ മൃദംഗസ്ഥായിരുന്നു, ഗണേഷ് എന്ന് പറഞ്ഞു, ഗണേശൻ, പാറശാല മാത്രമുള്ള. അപ്പൊ ഈ ജ്ഞാനേശ്വരൻ സാറ് അങ്ങനത്തെ ഒരു മനുഷ്യനാണ്. എന്ത് ചെയ്യും. പുള്ളിയാണ് ആദ്യമായിട്ട് കേരളത്തിൽ ആദ്യമായിട്ട് ഈ നെട്ടും ബോൾട്ടൊക്കെ മൃദംഗത്തിൽ ഉണ്ടാക്കിയ പുള്ളിയാണ്. അത് അത്ര പ്രചാരത്തിൽ ഒന്നുമില്ല. പുള്ളിയാണ് ആദ്യമായിട്ട് ഉണ്ടാക്കിയത്. അതാർക്കും അറിയത്തില്ല. ഇപ്പൊ ഒരുപാട് പേര് ചെയ്യുന്നുണ്ട്. പക്ഷെ പുള്ളി എത്രയോ വർഷങ്ങൾക്ക് മുമ്പ്, 40 വർഷം മുമ്പ് ചെയ്തിട്ടുണ്ട്. പുള്ളിയുടെ അനിയനുണ്ട്, അതിനേക്കാളും കേമന, പേരും അതുപോലെയാണ്, സർവേശ്വരൻ. അദ്ദേഹം എന്ത് വായിക്കില്ല, എന്ത് ഇൻസ്ട്രുമെന്റ് വായിക്കില്ല എന്ന് ചോദിച്ചാൽ മതി, എല്ലാം വായിക്കും. പാട്ട് കമ്പോസ് ചെയ്യും. മിടുക്കനാണ്. മനഃപൂർവ്വം ചില പ്രോഗ്രാം വിളിക്കാതിരിക്കുക, അല്ലെങ്കിൽ എന്താ പറയാ, ചില കാര്യങ്ങളെ കൊണ്ട് അങ്ങനെ എന്തെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടോ? ഇയാളെ കൊണ്ടുവന്ന ഇയാൾ വലിയ അവിടെ താളാവും എന്നുള്ളൊരു തോന്നലുണ്ട്. അതെന്റെ കുഴപ്പമില്ല. അതായത് രേഖ പറയണം, ബൈച്ചേട്ടൻ നന്നായിട്ട് പ്ലേ ചെയ്തു, അതെന്റെ കുഴപ്പമാണോ? അത് കുഴപ്പമാണെന്നാണ് പലരും ചിന്തിക്കുന്നത്. പലർക്കും അപ്രീസിയേഷൻ കിട്ടുന്നില്ല. ചിലപ്പോൾ നമ്മളോടുള്ള ഇഷ്ടം കൊണ്ടായിരിക്കാം. പലരും ഒന്ന് കെട്ടിപ്പിടിക്കുന്നത്, കൈയിരുന്നു ബൈച്ചേട്ടാ അല്ലെങ്കിൽ ബൈജു സൂപ്പർ ആയിരുന്നു എന്ന് പറയുമ്പോൾ കൂടെയുള്ളവർക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റില്ല. ബൈജുവിനെ അവർക്ക് നേരത്തെ അറിയാന്നുള്ളതുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ ബൈജുവിന്റെ സ്വഭാവം എന്താണെന്ന് അറിയാന്നുള്ളതുകൊണ്ടായിരിക്കും അവർ വന്ന് പിടിക്കുന്നതും ഒക്കെ ചെയ്യുന്നത്. അപ്പൊ അത് പലർക്കും ബുദ്ധിമുട്ടാവും, അവരുടെ കോംപ്ലക്സ് വർക്കൗട്ടാവും. ഇയാളെ വിളിച്ചു കഴിഞ്ഞാൽ ഇയാൾ എല്ലാരും വന്ന് ഈ അടുത്ത ഇവിടെ നല്ലൊരു പ്രോഗ്രാം നടന്നു യു എയില്. സ്ഥലവും കാര്യങ്ങളൊന്നും പറയുന്നില്ല, ആരാണെന്ന് നടത്തിയെന്ന് പറഞ്ഞില്ല. പക്ഷെ അതിൽ ഉണ്ടായ സംഭവം പറയാം. ആ പ്രോഗ്രാമിന് എന്റെ ആവശ്യം ഉണ്ടായിരുന്നു, ഞാൻ വേണമായിരുന്നു. മീൻസ് എന്റെ എക്സ്പീരിയൻസ് അവിടെ വേണമായിരുന്നു. ഞാൻ പറഞ്ഞില്ല, ഞാൻ വലിയ പ്ലെയർ അല്ല, ഞാൻ ഭയങ്കര ഔട്ട്സ്റ്റാൻഡിങ് പ്ലെയർ എന്ന് ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടുമില്ല, പറയത്തുമില്ല. പക്ഷെ ഞാൻ നല്ല മ്യൂസീഷ്യനാണ്. എന്റെ സ്ഥാനം അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ അവര് മനഃപൂർവ്വം അവർ വിളിച്ചില്ല. അപ്പൊ 2-3 ആൾക്കാർ ചോദിച്ചു, അതെന്താ ബൈച്ചേട്ടനെ വിളിക്കാത്ത എന്താന്ന് ചോദിച്ചു. ഇല്ല, പുള്ളിയെ വിളിച്ച പുള്ളിയുടെ പ്രോഗ്രാം ആയി പോകും, എല്ലാരും അറ്റൻഷൻ പുള്ളിക്ക് കിട്ടും, സിംഗേഴ്സ് ഒക്കെ വന്ന് പുള്ളിയുടെ അടുത്ത് ഇതാവും, പിന്നെ സംഘാടകരൊക്കെ വന്ന് പുള്ളിയുടെ ആവും, അതുകൊണ്ട് അത് വേണ്ട എന്ന് പറഞ്ഞു. അല്ല, അത് ചിന്തിക്കുന്നില്ല. അതാ ഞാൻ പറഞ്ഞ 3 അക്ഷരം കോംപ്ലക്സ്. ഒരു മ്യൂസീഷ്യൻ എന്ന് പറഞ്ഞാൽ ഈഗോ പ്ലസ് കോംപ്ലക്സ് എന്നാണ്. അങ്ങനെ ഒരുപാട് പേര് ഇവിടെ നല്ല നാട്ടിലുണ്ട്. അതുകൊണ്ട് അത് നമ്മുടെ 5 പേരിൽ 5ആയിട്ടല്ലേ ഇരിക്കുന്നത്. 5 മനുഷ്യരാണ്. അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഏതെങ്കിലും ഒരു മേജർ ഒരു പ്രോഗ്രാം അങ്ങനെ മാറിപ്പോയിട്ടുണ്ടോ? ഉണ്ട്. അതിന് അവർക്ക് നല്ല കിട്ടുകയും ചെയ്തു. ഇപ്പൊ അടുത്താണോ അതോ ഇപ്പോഴല്ല, പണ്ട്. അതായത് ഗന്ധർവ സന്ധ്യ എന്ന് പറഞ്ഞ ഗന്ധർവ സന്ധ്യ സ്വരലയുടെ പ്രോഗ്രാം. അപ്പൊ അതിന് അന്ന് ഗസ്റ്റായിട്ട് വരുന്നത് ലെജൻഡ് മന്നാഡെ സാറും ആശാ ഭോസ്ലേസ് മാമുമാണ്. അപ്പോൾ തിരുവനന്തപുരത്ത് 2 ഓർക്കസ്ട്രയാണ് അതിൽ ബുക്ക് ചെയ്തിരിക്കുന്നത്. രണ്ടുപേരെടുത്ത്, അതായത് സംഘാടകർ കുറച്ച് പേര് ഒരു ഓർക്കസ്ട്ര എടുത്ത് പറഞ്ഞു, വേറെ ഓർക്കസ്ട്ര എടുത്തും പറഞ്ഞു. അപ്പൊ എന്നെ ഒരാൾ വിളിച്ചിട്ടുണ്ട്, ഒരു ഓർക്കസ്ട്രയിൽ നിന്ന് എന്നെ വിളിച്ചിട്ടുണ്ട്, ബൈജൂടെ വായിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ലിസ്റ്റൊക്കെ തരാന്നൊക്കെ പറഞ്ഞു. അപ്പൊ അവര് ഈ ഓർക്കസ്ട്ര അതിന് മുമ്പത്തെ മാസം ബാംഗ്ലൂരിൽ ഒരു ഷോയ്ക്ക് മന്നാഡെ സാബ് ഉണ്ടായിരുന്നു. അപ്പൊ പുള്ളിയുടെ കൂടെ പ്ലേ ചെയ്തിട്ട് ഇവര് തന്നെ ആയിരിക്കും ഓർക്കസ്ട്ര എന്ന് പറഞ്ഞിട്ടാണ് മന്നാഡയെ വിളിക്കുന്നത്. അപ്പൊ മന്നാഡെ അന്ന് ബാക്കി ആർക്കും തബലക്കാർക്കൊന്നും പാട്ടറിയില്ലായിരുന്നു, അന്ന് വേറെ ആരാണ് വായിക്കാൻ പോയത്. അപ്പൊ മന്നാഡയുടെ പാട്ടറിയാത്തോണ്ട് പുള്ളി 10 പാട്ടിന്റെ ഒരു കാസറ്റ് അയച്ച് ഈ ഓർക്കസ്ട്രക്കാർക്ക് കൊടുത്തു. അപ്പൊ അവർ റെഡി ആയിട്ടിരിക്കുകയാണ്. പക്ഷെ അവർക്ക് അല്ല ഈ ഓർക്കസ്ട്രയുടെ കോർഡിനേഷൻ കൊടുത്തത്, വേറൊരു ഓർക്കസ്ട്രയ്ക്കായിരുന്നു. അപ്പൊ അതിലൊരാൾ, അതിന്റെ കോർഡിനേറ്റർ എന്തൊരു പ്രശ്നം കഴിഞ്ഞപ്പോൾ ഞാനൊക്കെ റിയാക്ട് ചെയ്തു. അത് പുള്ളി കാണിച്ച് ശരിയായില്ല എന്ന് പറഞ്ഞു. ഞാൻ ഞങ്ങളുടെ കീബോർഡിസ്റ്റും റിയാക്ട് ചെയ്തു. അവർ ചെയ്തെന്തറിയോ, ഞങ്ങളുടെ ഓർക്കസ്ട്ര 10-50 ഓർക്കസ്ട്ര ഉണ്ട് തിരുവനന്തപുരത്തുള്ള, ബാക്കിയുള്ള ട്രൂപ്പിൽ നിന്ന് വിളിച്ച് ഞങ്ങളുടെ ട്രൂപ്പിൽ നിന്ന് ഞാനും ഈ കീബോർഡിസ്റ്റ് വെച്ച് ബാക്കി എന്റെ കൂടെ വായിക്കുന്ന 2 തബലിസ്റ്റ്, 2 ഗിറ്റാറിസ്റ്റ്, റിതം ബോക്സ് പ്ലെയർ, ഫ്ലൂട്ട് പ്ലെയർ, വയലിൻസ് എല്ലാരെയും വിളിച്ചിട്ടുണ്ട്. എന്നെയും പുള്ളിയെ മാത്രം വിളിച്ചില്ല. അപ്പൊ നമുക്കൊരു വിഷമം തോന്നില്ല. നമ്മുടെ ട്രൂപ്പിൽ നിന്ന് എല്ലാരെയും വിളിച്ചോണ്ട് പോയിട്ട് അതല്ലേ പറഞ്ഞ മറ്റേ 3 അക്ഷരം കോംപ്ലക്സ്. ഞാൻ ഇയാളെ എതിർത്തില്ല, ഇയാള് കാണിച്ചത് ശരിയായില്ല എന്ന് പറഞ്ഞുകൊണ്ട് അത്
ഒരു സംസാര മധ്യത്തിൽ ഞാൻ പറഞ്ഞു അത് കാണിച്ച് ശരിയായില്ല, അത് ഒട്ടും ചെയ്യാൻ പാടില്ലാത്തതാണ്, ഞങ്ങൾ അങ്ങനെ അങ്ങനെ എടുത്ത് കാണിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് നിശിതമായി വിമർശിച്ചു. ആരാലും വിമർശിച്ചു പോകും. അത് എനിക്കൊന്നും നേടാൻ വേണ്ടിയല്ല, എന്റെ ആരുമല്ല മറ്റേ ആള്. പക്ഷെ എനിക്ക് പറയേണ്ടി വന്നു. അപ്പൊ അത് ഞങ്ങൾ രണ്ടും സംസാരിച്ചുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും മാത്രം മാറ്റിയിട്ട് 11 പേരുള്ളതിൽ 9 പേരെ വിളിച്ചിട്ടുണ്ട്. ഞങ്ങൾ രണ്ടുപേരും മാത്രം വിളിച്ചില്ല. പുള്ളിക്ക് വിഷയമല്ല, എനിക്കും വിഷയമല്ല. എന്നാൽ ഒന്നൊന്നര വിഷമമായി. നമ്മുടെ കൂടെ ഇരുന്ന് അപ്പുറത്ത് ഇപ്പുറത്ത് നിന്ന് വായിക്കുന്നവരെല്ലാം വിളിച്ചിട്ട് നമ്മൾ മാത്രം ഒഴിവാക്കുമ്പോൾ നമ്മൾ കൊള്ളത്തില്ല എന്നുള്ളതല്ല അതിൻ്റെ അർത്ഥം. ശരി, ഞാൻ മാസ്റ്ററിന്റെ അടുത്ത് പറഞ്ഞു, ദേവര മാസ്റ്ററിന്റെ കൂടെ ഉള്ളപ്പോഴാണ്. മാസ്റ്ററിന്റെ അടുത്ത് പറഞ്ഞു നന്നായി, നമ്മുടെ സ്ഥാനം, നമ്മുടെ സേവനം അവരെ അർഹിക്കുന്നില്ല, നിന്റെ സേവനം അവരെ അർഹിക്കുന്നില്ലെന്ന് പറഞ്ഞു. അത് വലിയ ഇതായിരുന്നു. എനിക്ക് ഭയങ്കര സമാധാനമായിരുന്നു. ഞാൻ പിന്നെ മൈൻഡ് ചെയ്തില്ല. പക്ഷെ ആ പ്രോഗ്രാമിന് വലിയ സംഭവം ഉണ്ടായി. ഒരു 10 പാട്ട് കാസറ്റ് അയച്ചു കൊടുത്തല്ലോ മന്നാടെ. അദ്ദേഹം വന്ന് ഹാർമോണിയം വേണമെന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പൊ അവര് മറ്റേ ഓർക്കസ്ട്ര എല്ലാം റെഡിയാക്കിയിരുന്നു. ഇവര് കോർഡിനേഷൻ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പിൽ ഇവർക്കൊന്നും അറിയില്ല. പുള്ളി വന്ന് സ്റ്റേജിൽ വന്ന് ഹാർമോണിയം ചോദിച്ചു, ഹാർമോണിയം പിന്നെ ഏതൊരു ഹാർമോണിയം എടുത്തിട്ടുണ്ടോ അത് ഈ ഇൻസ്ട്രുമെന്റുമായിട്ട് ശ്രുതി വ്യത്യാസമുണ്ട്, അപ്പൊ അത് ചേരുന്നില്ല, ആർക്കും പ്ലേ ചെയ്യാനൊന്നും പറ്റുന്നില്ല, വയലിൻകാർക്കൊന്നും പ്ലേ ചെയ്യാൻ പറ്റുന്നില്ല, ഇവർ വായിക്കുന്ന ശ്രുതിയിൽ വായിക്കാൻ പറ്റുന്നില്ല, പിച്ചിന്റെ വ്യത്യാസം കാരണം. അപ്പൊ ഇവിടെ തബല വായിക്കുന്നവര് പുള്ളി പാടുന്ന ഇവർക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒറ്റ പാട്ടേ ഉള്ളൂ, മാനസമേനയും മാത്രമേ ഉള്ളൂ. അപ്പോ അദ്ദേഹം ഹിന്ദി പാട്ടാ പറഞ്ഞത്, എമേരെ സോഗരെ സബീനൊക്കെ പാടുമ്പോ ഇവര് വേറെ താളം വയ്ക്കുമ്പോ പുള്ളി അവിടെ ദാദ്ര ദാദ്ര എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പൊ പിന്നെ ലൈവില് അപ്പോ മാറ്റി നിർത്തി പിന്നെ വായിക്കുകയാണ്. അപ്പൊ നമ്മുടെ കൂടെയുള്ള ആർട്ടിസ്റ്റുകളുണ്ട്, ഞങ്ങളുടെ ട്രൂപ്പിലെ ആർട്ടിസ്റ്റുകളും വായിക്കുന്നുണ്ടേ. അടുത്ത പാട്ട് വന്നപ്പോ വേറെ ഏതോ ഇവര് ഇതേ താളം തന്നെ വായിച്ചു. പുള്ളി പറഞ്ഞു അതല്ല എന്തൊന്ന് വായിക്കുന്നതൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ടു. കാരണം പുള്ളിയുടെ വിചാരം 10 പാട്ടിന്റെ ലിസ്റ്റ് അയച്ചു കൊടുത്തല്ലേ, പഠിച്ചില്ല എന്നുള്ളതാണ്. അതും കുളമായി. അപ്പൊ പുള്ളി എന്ന് പറഞ്ഞിട്ട് വീണ്ടും താളം മാറ്റി ഇങ്ങനെ കാണിച്ചു കൊടുത്തു. അടുത്ത പാട്ട് വന്നപ്പോൾ വീണ്ടും പ്രശ്നം. അയാള് ബ്ലഡി ഇഡിയറ്റ്സ് എന്ന് പറഞ്ഞു മൈക്കിലൂടെ. തിരുവനന്തപുരത്ത് പിറ്റേ ദിവസത്തെ പത്രങ്ങളെല്ലാം അതായിരുന്നു, മന്നാടെ ശുഭിതനായി ബ്ലഡി ഇഡിയറ്റ്സ് എന്ന് മ്യൂസീഷ്യൻസിനെ വിളിച്ചു എന്ന് പറഞ്ഞു. അപ്പൊ അവിടെ ഞാൻ കേമനായെന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ അത് കേൾക്കേണ്ടി വന്നില്ല, അവിടെ വായിച്ചവരെല്ലാം പറഞ്ഞില്ലേ, മനസ്സിലായില്ലേ? അപ്പോ മാസ്റ്റർ പറഞ്ഞു നിന്റെ സേവനം അവരെ അർഹിക്കുന്നില്ല, വലിയ അർത്ഥമുണ്ട് അതിന്. അപ്പൊ അന്ന് ആദ്യം തോന്നിയ വിഷമം സന്തോഷമായിരിക്കും. കാര്യം എന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് വായിക്കാൻ പറ്റുമായിരുന്നു. ഈ പറഞ്ഞ പാട്ടുകളെല്ലാം അല്ലേ എനിക്ക് അറിയായിരുന്നു, മനസ്സിലായില്ലേ? അപ്പൊ അങ്ങനെയൊക്കെ. അതുകൊണ്ട് പിന്നെ ഒന്നും ഇപ്പൊ എന്നെ ആര് എന്ത് പറഞ്ഞാലും ഷട്ടിൽ തട്ടി പോകത്തേ ഉള്ളൂ, എനിക്ക് മനസ്സിലോട്ട് കയറത്തില്ല. ഏറ്റവും കിട്ടിയ ഇതിനെല്ലാം കിട്ടിയ അംഗീകാരങ്ങൾ എന്തൊക്കെയാ? ഭയങ്കര ഒരുപാട് അംഗീകാരങ്ങൾ ഇട്ടുണ്ടെങ്കിൽ ഏറ്റവും വലിയ അംഗീകാരം മാസ്റ്ററുടെ കൂടെ ആദ്യത്തെ പ്രോഗ്രാം പ്ലേ ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. 10-40 പീസ് ഓർക്കസ്ട്ര ഉണ്ട്. അപ്പൊ മാസ്റ്റർ സാധാരണ കീബോർഡ്സിന്റെ അടുത്തൊരു കസേര ഇട്ടിരിക്കും. അന്ന് തബല ഞങ്ങൾക്കുള്ള ഒരു പ്ലാറ്റ്ഫോം ഇല്ല, ഞങ്ങളുടെ അടുത്താണ് ഇരുന്നത്. ഞങ്ങളുടെ അടുത്ത് ഒരു സിത്താർ വായിക്കുന്ന ആളുണ്ട്, മാസ്റ്ററിന്റെ പെറ്റ് ആർട്ടിസ്റ്റാണ്. അപ്പൊ 2 പാട്ടുകൾ കഴിയുമ്പോൾ മാസ്റ്റർ ഇയാളുടെ അടുത്ത് എന്തോ പറയുന്നുണ്ട്, ഈ ചേട്ടനോട് പറയുന്നുണ്ട്, വളരെ സീനിയർ ആളാണ്. അപ്പൊ നമ്മൾ നോക്കുന്നത് പേടിച്ചാ വായിക്കുന്നത് പറഞ്ഞാൽ ആദ്യമായിട്ട് വായിക്കില്ല, പക്ഷെ നമ്മള് സ്വതസിദ്ധമായ ശൈലിയിൽ എൻജോയ് ചെയ്തോ. ഞാൻ എപ്പോഴും എൻജോയ് ചെയ്താ വായിക്കുന്നത്. കാരണം മാസ്റ്റർ തന്നെ പറഞ്ഞിട്ടുണ്ട്, നീ എൻജോയ് ചെയ്തില്ലെങ്കിൽ നീ നാട്ടുകാരെ എങ്ങനെ എൻജോയ് ചെയ്യിപ്പിക്കും? പാടുന്നവരടുത്തൊക്കെ പറയുന്നതാണ്. നീ ശരിക്ക് അത് ആസ്വദിച്ചില്ലെങ്കിൽ നാട്ടുകാരെങ്ങനെ ആസ്വദിക്കും? അതുകൊണ്ട് ഞാൻ എൻജോയ് ചെയ്താണ്. ഞാൻ എൻ്റെ മാക്സിമം ന്യൂക്കൻ കോർണർ ഞാൻ നോക്കിയിട്ട് നല്ല മാക്സിമം എൻ്റെ പെർഫെക്ഷന് 100% പെർഫെക്ഷൻ ആർക്കും പറ്റില്ലെന്ന് പറയാം, എങ്കിലും മാക്സിമം പെർഫെക്ഷൻ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ശ്രമിക്കും. അതിനെന്തായാലും ഞാൻ ഈ പാട്ടുകാരൻ എന്ത് പാടി അല്ലെങ്കിൽ എന്ത് തബലിസ്റ്റ് വായിച്ചു എന്നല്ല നോക്കുന്നത്, ഈ മ്യൂസിക് ഡയറക്ടർ എന്താണ് കൊടുത്തിരിക്കുന്നത്. ഇവരെ കൊണ്ടും ഒരു സിംഗർ ഒരു ഇൻസ്ട്രുമെന്റ് പ്ലെയർ തന്നെയാണ്. ഈ ഒരു സംഗീത സംവിധായകൻ അദ്ദേഹത്തിന്റെ ശബ്ദം നല്ലതില്ലാത്തതുകൊണ്ടായിരിക്കും, ഈ പാട്ടുകാരുടെ നല്ല ശബ്ദമായതുകൊണ്ടായിരിക്കും ഇവരിലൂടെ കൺവേ ചെയ്യുന്ന അവരുടെ മെസ്സേജ്, ആ എക്സ്പ്രഷൻ. നമ്മൾ ഒരു സിംഗേഴ്സ് ചെയ്യേണ്ട കാര്യം യേശുദാസിനെയോ ചിത്രയോ അല്ല അനുകരിക്കേണ്ടത്, ആ മ്യൂസിക് ഡയറക്ടറിനെ അനുകരിക്കണം. ആ മ്യൂസിക് ഡയറക്ടർ എന്ത് എക്സ്പ്രഷനാണ് ഇവരെ കൊണ്ട് ചെയ്യിപ്പിച്ചിരുന്നത്. ഇവര് ജസ്റ്റ് ഇൻസ്ട്രുമെന്റ് ആണ്. ഒരു തബല പ്ലെയറിനെ പോലെ, ഒരു കീബോർഡ് പ്ലെയറിനെ പോലെ, അല്ലെങ്കിൽ ഫ്ലൂട്ട് പ്ലെയറിനെ പോലെ ഉള്ളൂ ഒരു സിംഗർ എന്ന് പറഞ്ഞു. മ്യൂസിക് ഡയറക്ടറിനെ വേണം അനുകരിക്കാൻ. പിന്നെ ഇവരുടേതായ ഒരു ക്വാളിറ്റി അവരുണ്ടാക്കിയെടുത്തതാണ് നമ്മൾ കേൾക്കുന്ന പാട്ട്. അവരുടെ ശബ്ദമാധുര്യവും അല്ലെങ്കിൽ ആ എക്സ്പ്രഷൻ, ആ ഫീല് നമുക്ക് മനസ്സിലാക്കണം, നമുക്ക് മനസ്സിൽ കയറണം. അതാണ് സിംഗർ ചെയ്യുന്നത്. അതുപോലെ ഈ തബലക്കാരന് എന്തുകൊണ്ടാണ് ഈ പാറ്റേൺ ഈ മ്യൂസിക് ഡയറക്ടർ പഠിപ്പിച്ചത്? അല്ലെങ്കിൽ എല്ലാ പാട്ടിനും ഒരേ കൊട്ടല്ലേ?
ഓരോ പാട്ടിനും ഓരോ ഋതം കൊടുക്കും, ഓരോ പാറ്റേൺ കൊടുക്കും എന്ന് പറഞ്ഞാൽ ആ മ്യൂസിക് ഡയറക്ടർ ഉദ്ദേശിച്ചത് ഇവർ കൺവേ ചെയ്യണം, ഇവരിലൂടെ പറഞ്ഞു കൊടുക്കുക, അവർ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പൊ അത് ആണ് ഞാൻ ശ്രദ്ധിക്കുന്നത്. ഞാൻ അങ്ങനെയാണ്, എൻ്റെ ഒരു വേ ഓഫ് തിങ്കിങ്ങും എൻ്റെ പ്രാക്ടീസും അതാണ്. അപ്പൊ അങ്ങനെ ശ്രദ്ധിച്ചാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. അല്ല, ഞാൻ ചോദിച്ചത് ഏറ്റവും വലിയ അംഗീകാരം അംഗീകാരം. അപ്പം മാസ്റ്റർ ഇങ്ങനെ അപ്പൊ ഈ പ്രോഗ്രാം കഴിഞ്ഞപ്പം ആ സിതാർ ചേട്ടൻ വന്ന് പറഞ്ഞു, ബൈജു ചെലവ് ചെയ്യണം. ഇത് കേട്ടാ ആ മാസ്റ്റർ ഭയങ്കര അഭിപ്രായമല്ലേ പറഞ്ഞത്. എടാ പിള്ളേരെ ആസ്വദിച്ചാ വായിക്കുന്നത്. മാസ്റ്ററിന്റെ ഓരോ വാക്കിനും ഭയങ്കര അർത്ഥങ്ങളാണ്. ഒരുവണ എൻ്റെ അടുത്ത് പറഞ്ഞു, അപ്പൊ പിള്ളേരെ ആസ്വദിച്ചാ വായിക്കുന്നത്, അതായത് ഞങ്ങൾ വായിക്കുന്നുണ്ട്, അവർ ആസ്വദിച്ചാണ് വായിക്കുന്നതാണ് അതിന്റെ അർത്ഥം. എൻ്റെ അടുത്ത് ഒരു ദിവസം ഒരു ഫംഗ്ഷന് മാസ്റ്റർ വന്നു, ഗസ്റ്റായിട്ട് വന്നു. അപ്പൊ ഞങ്ങൾ ഒരു ക്ലബ്ബാണ്, ഫാമിലി ക്ലബ്ബാണ്. അപ്പൊ അതിൽ സുരേഷ് ചന്ദ്രൻ എന്ന് പറഞ്ഞൊരു ചേട്ടൻ, ഒരു സീനിയർ ആയിട്ടുള്ള ഒരു ചേട്ടൻ പാടുകയാണ്, ഹിന്ദി പാട്ടുകളെ പാടുന്നത്. മാസ്റ്റർ ഒരു 10 പാട്ടോളം കേട്ടിട്ട് മാസ്റ്റർ പോയി. എന്നിട്ട് പോകാൻ നേരത്ത് പറഞ്ഞു, എടാ അയാൾ പാടുന്നുമുണ്ട്, അയാൾ പാടുന്നുണ്ടെന്നല്ല, അയാൾ പാടുന്നുമുണ്ട്. ദാറ്റ് മീൻസ് പുള്ളി ബാക്കിയെല്ലാത്തിനും ഓക്കെയാണ്, പാട്ടും ഉണ്ടെന്ന് എന്ന് പറഞ്ഞ പോലെയാണ്. പിള്ളേരെ ആസ്വദിച്ചാണ്. അതിൽ പരം ഒരു 10 ലക്ഷം രൂപ കിട്ടിയാലും കാര്യമില്ല. ആ അംഗീകാരമാണ്. പിന്നെ പുള്ളിയുടെ അടുത്ത്, മാസ്റ്ററിന്റെ അടുത്ത് വന്ന് 2-3 ആർട്ടിസ്റ്റുകൾ, മാസ്റ്ററെ ഞങ്ങളെ വായിക്കാൻ വിളിപ്പിക്കൂ എന്നൊക്കെ ചോദിച്ചു. നിങ്ങൾ എവിടെയെങ്കിലും പോയത്, എനിക്ക് ആ ബൈജുവും ഗീജും ഒക്കെ മതി, അത് മതി, എനിക്ക് ബൈജു മതി എന്ന് പറഞ്ഞാൽ അതിനപ്പുറം ഒന്നുമില്ല. ഒരു അപ്രീസിയേഷൻ കിട്ടേണ്ട കാര്യമില്ല. പിന്നെ MSV ഒരു പ്രോഗ്രാം ചെയ്തു. MSV പറയുമായിരുന്നു, ഇവരെ ടി വിയിൽ കാണുമ്പോഴേ സന്തോഷം, നേരിട്ട് കാണുമ്പോൾ അതിനേക്കാളും സന്തോഷം എന്ന് പറഞ്ഞ് എല്ലാവരും അടുത്തു വന്ന് കൈയൊക്കെ തന്നു. ഞങ്ങളെ ഫ്ലൂട്ട് വായിച്ചിട്ട് ഒരു സുരേഷ് ഉണ്ടായിരുന്നു, കോളേജിലെ പ്രൊഫസറായിരുന്നു, അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹത്തിന്റെ അടുത്ത് വന്ന് പറഞ്ഞു, നീ ആ സുപ്രഭാതം വായിക്കുന്നത് ഒറിജിനലിനേക്കാളും നല്ലതാണ് എന്ന് പറഞ്ഞു. അതൊക്കെ ഭയങ്കര അപ്രീസിയേഷൻ. അത് എനിക്ക് കിട്ടിയ അപ്രീസിയേഷൻ അല്ലെങ്കിലും അത് എനിക്കും കൂടെ അവകാശപ്പെട്ടാണെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം നമ്മുടെ ഓർക്കസ്ട്രയ്ക്ക് കിട്ടിയ അംഗീകാരമാണ്. അപ്പൊ മാസ്റ്റർ എന്നിട്ട് MSV വിളിക്കാൻ പോയപ്പോ MSV പറഞ്ഞു, ഓർക്കസ്ട്ര നാദബ്രഹ്മയെ കിട്ടുമെന്ന് ചോദിച്ചു. അതന്നെ ഏറ്റവും വലിയ അംഗീകാരമല്ലേ. അവര് സംഘാടകർ പറഞ്ഞ നാദബ്രഹ്മയാണെന്ന് പറഞ്ഞു. അന്ന് 2 പേരെ മാത്രമേ അവിടെ ആദരിച്ചുള്ളൂ. ഇന്ന് സംഘാടകര് MSV സാറിനെയും MSV സാർ എന്നെയും. അതൊക്കെ അതൊക്കെ ഞാൻ വളരെ വില മതിക്കുന്നതാണ്. 1 കോടി രൂപ കിട്ടുന്നതിന് തുല്യം, അതിനേക്കാൾ അപ്പുറമായിട്ടാണ് ഞാൻ ചിന്തിക്കുന്നത്. ഒരുപാട് ലെജൻസിന്റെ കൂടെ എനിക്ക് അതെ തീർച്ചയായിട്ടും ഏറ്റവും വലിയൊരു സംഭവം എന്ന് പറഞ്ഞാൽ പി ലീല എന്ന് പറഞ്ഞ ഗായികല്ലേ, ലീല ചേച്ചി എന്നാണ് ഞങ്ങൾ വിളിക്കുന്നത്, ലീലമ്മ എന്ന് പറയും. ഞാനൊക്കെ കവിളിലൊക്കെ കിട്ടും നുള്ളുകയൊക്കെ ചെയ്യും, കിളവി എന്നൊക്കെ വിളിക്കും. ഓർക്കുമ്പോൾ സങ്കടം വരും. മദ്രാസിലൊരു പ്രോഗ്രാം, മലയാള ചലച്ചിത്ര പരിഷത്ത് എന്ന് പറഞ്ഞ ഒരു സംഘടനയുടെ പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പൊ ജാനകിയമ്മ എന്ന് പാടാനുണ്ടായിരുന്നു, ലീല ചേച്ചി ഉണ്ടായിരുന്നു, അപ്പൊ കുറെ പേരുണ്ടായിരുന്നു. അപ്പോ ജാനകിയമ്മ പറഞ്ഞു, ഞാൻ ആദ്യമായിട്ടാണ് മദ്രാസിലൊരു മലയാള പ്രോഗ്രാം പാടുന്നതെന്നൊക്കെ പറഞ്ഞു. ഞങ്ങളിങ്ങനെ പ്ലേ ചെയ്തുകൊണ്ടിരുന്നപ്പോ തമിഴ് കുറെ ആൾക്കാരും ഉണ്ട്, മലേഷ്യ വാസു സാറൊക്കെ ഉണ്ടായിരുന്നു, SPBയുടെ മകനൊക്കെ ഉണ്ടായിരുന്നു. ഭയങ്കര ഒരു ആരവം, ഭയങ്കര ബഹളം ഓഡിയൻസിന്റെ ഇടയിൽ. അപ്പൊ ഒരു ചെറിയ മനുഷ്യൻ പോകുന്നു, ആദ്യമായിട്ട് ഞാൻ കാണുന്നത്. അപ്പൊ അടുത്തൊരു പാട്ടിന് തബലയില്ല, ഇളയനില ഏതൊരു പാട്ടായിരുന്നു, അപ്പൊ തബലയില്ലായിരുന്നു. ഞാൻ പതുക്കെ പുറകിലോട്ട് പോയി. സ്റ്റേജിന്റെ അവിടെ പോയപ്പോൾ MSV സാറാണ് വന്നത്. വന്ന ഉടനെ ലീലമ്മ എന്ന് പറഞ്ഞിട്ട് ലീല ചേച്ചിയുടെ കാലിൽ വീഴുന്നു. ഞാൻ കരഞ്ഞു ഇവിടെ നിന്ന്. ആ ലീല ചേച്ചിയായ നമ്മൾ കുത്തുന്നതും നുള്ളുന്നതൊക്കെ. ലീലമ്മ എന്ന് പറഞ്ഞ് MSV സാറ് ലീല ചേച്ചിയുടെ കാലിൽ വീഴുന്നു. എന്നിട്ട് ആർക്ക് പരിചയപ്പെടുന്നത്, ഒരു പെരിയ സിംഗർ ഘണ്ടശാല അവരുടെ കൂടെയൊക്കെ പാടിയിട്ടുള്ള ആളാണ്. പിന്നെ TMSന്റെ വേറൊരു അംഗീകാരം. ഈ MSVയുടെ പേരിലൊരു ഫൗണ്ടേഷൻ ഉണ്ടാക്കിയിട്ട് തിരുവനന്തപുരത്ത് ഒരു ഫേസ് എന്ന് പറയുന്ന അസോസിയേഷൻ ഉണ്ട്. അവർ എല്ലാ വർഷവും MSVയുടെ പ്രോഗ്രാം നടത്തും. ഒരു തവണ അതിന്റെ അവാർഡ് കൊടുത്തത് TMSനായിരുന്നു, TM സൗന്ദരരാജൻ. അപ്പൊ അദ്ദേഹം അന്ന് 87 വയസ്സുണ്ട് വരുമ്പോൾ. അദ്ദേഹത്തിന് അവാർഡ് വാങ്ങിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു, ഞാൻ പാടുന്നില്ല, എനിക്ക് പാടാൻ വയ്യ എന്ന് പറഞ്ഞിട്ട് മകനാണ് പാടുന്നത് പുള്ളിയുടെ. 5-6 പാട്ട് കഴിഞ്ഞപ്പോൾ പുള്ളി ബാക്കിൽ നിന്ന് സ്റ്റേജിനകത്തോട്ട് കയറി വരുന്നുണ്ട്. അപ്പൊ ഞാൻ സുരേഷിനോട് അല്ല പുള്ളി ബാക്കിലിരിക്കാനോ സ്റ്റേജിനകത്തൂടെ ഞങ്ങളുടെ ഓർക്കസ്ട്രയുടെ അങ്ങോട്ട് കയറി വരുന്നു. അപ്പൊ ഞാൻ എന്തോലും പറ്റിയോ എന്നുള്ള രീതിയിൽ ഞാൻ സുരേഷിനോട് ചോദിച്ചു. പുള്ളി മൈക്കെടുത്ത് പറഞ്ഞു, എന്നെ കൊണ്ട് പാടാൻ ഓടിയതില്ലേ, പക്ഷെ இந்த ஆர்கெஸ்ட்ரா இப்படி പ്ലേ പണുമ്പോ എപ്പടി പാടാൻ മുടിയാതിരിക്കുന്നു. 2 പാട്ട് പാടി. അങ്ങനെ അങ്ങരുടെ കൂടെ വായിക്കാൻ പറ്റി. അങ്ങനെയല്ല, അദ്ദേഹത്തിന്റെ കൂടെ വായിക്കാൻ പറ്റി. TMS ഒരു കാലത്ത് തമിഴ് അടക്കി വാടിരുന്ന സിംഹമാണ്. അദ്ദേഹത്തിന്റെ കൂടെയൊക്കെ വായിക്കാൻ പറ്റി. അന്ന് അദ്ദേഹം താമസിച്ചിരുന്ന ഈ സ്റ്റാർ സിംഗറിലെ പിള്ളേർ താമസിക്കുന്ന അതേ ഹോട്ടലിലായിരുന്നു. സ്റ്റാർ സിംഗറിന്റെ റിഹേഴ്സൽ നടക്കായിരുന്നു.
ഞാൻ ജാടയിൽ ഇന്നലെ വായിച്ചല്ലോ ഈ പിള്ളേരെ പരിചയപ്പെടുന്ന പറഞ്ഞ് കുറച്ച് അരുൺ ഗോപൻ തുഷാർ അവരെയൊക്കെ വിളിച്ചുകൊണ്ട് സാറിനെ പരിചയപ്പെടുത്താനായിട്ട് കൊണ്ടുപോയി. പരിചയപ്പെട്ടു കഴിഞ്ഞ് നീ കയ്യാറ് എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു സാർ ഇന്നലെ തബല പ്ലേ ചെയ്താണ്. ഓ അപ്പൊ പുള്ളി ഉടനെ പറഞ്ഞു പക്കമേളം, ആർക്കസ്ട്ര എന്ന് പറഞ്ഞാൽ പക്കമേളമാണ്. ഒരു സിംഗർ പാടുമ്പോൾ പക്കമേളം അതിനനുസരിച്ച് വായിക്കണം. അതായത് ഒരു സിംഗർ സ്പീഡിൽ പാടുകയാണെങ്കിൽ സ്പീഡിൽ വായിക്കണം, ഉറച്ച് പാടുകയാണെങ്കിൽ ഉറച്ച് കൊട്ടണം, സോഫ്റ്റ് ആക്കുമ്പോൾ നിങ്ങൾ സോഫ്റ്റ് ആക്കണം. അപ്പൊ ഞാൻ മനസ്സിൽ വിചാരിക്കുകയാണ് ഇവരെല്ലാരും വിചാരിച്ചു കാണും ഞാൻ ഇന്നലെ കുളവാക്കിയെന്നാണ് എൻ്റെ അർത്ഥം. എന്നിട്ട് പറഞ്ഞു, ആന നീ ഇന്നലെ അത് കറക്റ്റായിട്ട് ചെയ്തെന്നു. ഓഹ് എന്തൊരു സന്തോഷമായിരുന്നു അറിയോ. അപ്പൊ അങ്ങനെയൊക്കെ കുറെ അപ്രീസിയേഷൻ കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ എല്ലാ ഓൾമോസ്റ്റ് സിനിമയിൽ വരുന്നുണ്ട് മ്യൂസീഷ്യൻസ് എന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ട്. അതിനൊരു മാറ്റം ഉണ്ടാക്കിയത് എനിക്ക് തോന്നുന്നു A.R. റഹ്മാൻ സാറാണെന്ന് തോന്നുന്നു. A.R. റഹ്മാൻ സാറിന്റെ ഇല്ല വീട്ടിൽ പോയിട്ടുണ്ട് പണ്ട്. ഇല്ല ആഗ്രഹം ഇല്ല അങ്ങനെ ആഗ്രഹം ഇല്ല ശരിക്കും ഇല്ല ഇല്ല ഇല്ലാത്തോണ്ട് തന്നെ നടക്കത്തില്ലാത്തോണ്ട് തന്നെ. പക്ഷെ ഒരു ആഗ്രഹം ഉണ്ട്, രാജാ സാറിന്റെ ഒരു വർക്കിന് വായിക്കണമെന്ന് വിചാരിച്ചാൽ പറ്റുമായിരുന്നു. മദ്രാസിൽ ഒരുപാട് കണക്ഷൻസ് ഒക്കെ ഉണ്ട്, പറ്റുമായിരുന്നു. എന്നെ മടി, ഞാനൊരു അലസനാ. നമ്മൾ അങ്ങോട്ട് ചെന്ന് അതൊക്കെ അല്ല പറ്റുമായിരിക്കും. അല്ല എന്തായാലും ഇത്രയും ബൈജാനും ചിത്രയും അധികം ആൾക്കാർ അറിയാം. അല്ല 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 ഒരു പേര് പറഞ്ഞാൽ പറ്റും, ദേവരാജ മാസ്റ്റർ എന്നുള്ള പേര് പറഞ്ഞാൽ പറ്റും. ഞാൻ പറഞ്ഞില്ല ഞാനൊരു അലസനാണ്, മടിയനാണ് ഞാൻ. അതിനെന്തെങ്കിലും ഒരു ഡ്രീം ഉണ്ടോ? അല്ല ഒരു ആഗ്രഹമുണ്ട്. കൂടെ വർക്ക് ചെയ്യുന്ന വേറെ രണ്ടു മൂന്ന് ആൾക്കാരോട് വർക്ക് ചെയ്യണം എന്നുള്ള ഒരു എന്തെങ്കിലും ആഗ്രഹം ഉണ്ടോ മനസ്സിൽ? ഇല്ല, പ്രത്യേകിച്ച് അങ്ങനെ ആഗ്രഹമില്ല. ഞാൻ പറഞ്ഞില്ലേ ഒരു അലസനും മടിയനുമാണ്. എന്തായാലും ആഗ്രഹം ഉണ്ടാവുമല്ലോ. ഇല്ല അതുമില്ല, അങ്ങനെയില്ല. ഞാൻ പറഞ്ഞില്ല ഒരു ആഗ്രഹം രാജാ സാറിന്റെ കൂടെ ഒരു പാട്ടിന് ഏതെങ്കിലും ഒരു പാട്ടിന് വായിക്കണം, സ്റ്റേജിൽ വായിച്ചാലും മതി. കാരണം അത് ഒരു ലെജൻഡാണ്. നല്ലൊരു കോമഡി ഉണ്ട്. മാസ്റ്ററിന്റെ അടുത്ത് പോകുമ്പോ മാസ്റ്റർ ഇരിക്കടാന്ന് പറയും. അല്ല ദേവരാജ മാസ്റ്റർ ഭയങ്കര കോമഡിയാ. ഞാൻ മാസ്റ്ററിന്റെ അവിടെ നിൽക്കുക, അല്ല കുഴപ്പമില്ല നിൽക്കുക, നീ ഇരിക്ക്, രണ്ടു മൂന്നാണ് പറഞ്ഞ എന്നെ ഇരുത്ത്. അപ്പൊ ഞാൻ അവിടെ ചേറിട്ടുണ്ടാവും, മാസ്റ്റർ കിടക്കുകയായിരിക്കും, ഞാൻ ചേറിലിരിക്കില്ല, ഞാൻ മാസ്റ്ററിന്റെ കാലിന്റെ അടുത്ത് ഇങ്ങനെ ഇരിക്കും, കാലിലൊക്കെ പിടിച്ചോണ്ടിരിക്കും. അപ്പൊ മാസ്റ്റർ ഇങ്ങനെ നോക്കി നിന്നിട്ട് പറയും രാജ ഇരിക്കത്തില്ല. ഇനി എനിക്കിരിക്കാൻ പറ്റുമോ? ഞാൻ ചാടി എണീക്കും. അല്ല നീ ഇരിക്കും. അല്ല ഞാൻ പറഞ്ഞ വേണ്ട കുഴപ്പമില്ല, അല്ല നീ ഇരിക്കുക, അവനോട് എത്ര പറഞ്ഞാലും ഇരിക്കത്തില്ല. ഇപ്പോഴും രാജാ സാറിന്റെ അടുത്ത് നിന്ന് ദേവരാജ മാസ്റ്റർ എന്ന് പറഞ്ഞാൽ രാജാ സാർ ചാടി എണീക്കുന്നു, ഇരിക്കുന്ന സീറ്റിൽ നിന്ന് എണീക്കുമെന്ന്. അത്രയും ബഹുമാനവും ഇതാണ്. ആ മനുഷ്യന്റെ കൂടെയാണ് 10 വർഷം എനിക്ക് സഹകരിക്കാൻ പറ്റിയത്. അതാണ് എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം, പലർക്കും കിട്ടാത്ത ഭാഗ്യവും. അതിൽ ഞാൻ അഹങ്കരിച്ച് തന്നെ പറയാം, എൻ്റെ അഭിമാനമാണത് ദേവരാജ മാസ്റ്റർ എന്ന് പറയുന്നത്. കാരണം അതങ്ങനെയാണ് പറഞ്ഞ് ലെജൻസുകൾ പറയുന്നതാണ് ദേവരാജ മാസ്റ്ററിനെ പറ്റി. ഈ സീസണില് ഇപ്പം പ്രോഗ്രാം ഇത് മറ്റേ ഷൈൻ ടോം ചാക്കോയുടെ ചോദ്യം ആയിപ്പോയി കേട്ടോ. ഷൈൻ ടോം ചാക്കോ നല്ല എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഇന്റർവ്യൂ. അല്ലാതെ കേൾക്കോ, അല്ലാതെ അല്ല ഇത് പറയട്ടെ, നിങ്ങൾ കുടിക്കുന്ന ഗ്ലാസ്സിലെ വെള്ളത്തിൽ എത്രാമത്തെ തുള്ളിയിലാണ് ദാഹം തീർന്നത്? മിടുക്കൻ. ഒരുപാട് ഷോസ് ഉണ്ടല്ലോ. അല്ല അങ്ങനെയില്ല. അപ്പൊ പെട്ടെന്ന് മനസ്സിൽ തോന്നുന്ന ഒരു പാട്ട് പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട്. അല്ലെ പാട്ട് എനിക്ക് ഏറ്റവും വലിയൊരു ദുഃഖം എന്ന് പറയുന്നത് ഒരു പാട്ടുകാരനാകാൻ കഴിയാത്തത്. എനിക്ക് തന്നെ തോന്നിയിട്ടുണ്ട്, എനിക്ക് ഇതിൽ നന്നായിട്ട് പാടാൻ പറ്റുമല്ലോ എന്ന് പലരും പാടുമ്പോൾ തോന്നിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല, എൻ്റെ ശബ്ദം നല്ലതല്ല, പിന്നെ എനിക്ക് അങ്ങനെ പ്രാക്ടീസ് ഇല്ല. ഞാൻ പാട്ട് പഠിപ്പിക്കും, ഞാൻ നല്ലൊരു ട്രെയിനറാണ്, പക്ഷെ എനിക്ക് നല്ലൊരു പാട്ടുകാരനാകാൻ പറ്റിയിട്ടില്ല. പാട്ടുകാരൻ നല്ല ശബ്ദമല്ല, എനിക്ക് വരിയായിട്ട് ഭയങ്കര പ്രശ്നമാണ്. ഒരു ലൈൻസ് ഇങ്ങനെ പാടിയിട്ട് അത് റിപ്പീറ്റ് ചെയ്യുമ്പോൾ തെറ്റിപ്പോകും, അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. ചോദിച്ചു ചക്രവർത്തിനി നിനക്കു ഞാൻ എൻ്റെ ശില്പഗോപുരം തുറന്നു, പുഷ്പപാദുകം പുറത്തു വയ്ക്കു നീ, നഗ്നപാതയായകത്തു വരൂ. ചക്രവർത്തിനി നിനക്കു ഞാൻ എൻ്റെ ശില്പഗോപുരം തുറന്നു, പുഷ്പപാദുകം പുറത്തു വയ്ക്കു നീ, നഗ്നപാതയായകത്തു വരൂ.
ചക്രവർത്തിനി. ബൈജോണ് ഇനി എന്തെങ്കിലും ഡ്രീം പ്രോജക്റ്റ് ഉണ്ടോ? ഡ്രീം പ്രോജക്റ്റോ പ്രോഗ്രാമോ എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ മനസ്സിൽ? ഇപ്പൊ ഇത്രയും നാളത്തെ എക്സ്പീരിയൻസ്. പിന്നല്ല, ഉണ്ട്, പലതുകൊണ്ട്. നല്ല പ്രോഗ്രാംസ് ചെയ്യണമെന്നുണ്ട്. അതായത് എനിക്ക് വലിയൊരു ആഗ്രഹമാണ്. ഇന്ന് വരെ ഇവിടെ എങ്ങും കേരളത്തിൽ തന്നെ നടത്തില്ല ഒരു പ്രോഗ്രാം മറ്റേ നടന്നിട്ടുള്ളൂ. എ.ടി. ഉമ്മർ നൈറ്റ് നടത്തണമെന്ന്. എ.ടി. ഉമ്മർ സാറിന്റെ കുറെ പറ്റും. ഒരു പാവ മനുഷ്യനായിരുന്നു. ഞാൻ പുള്ളിയുടെ കൂടെ തരങ്കണി കാസറ്റിന് വേണ്ടി, ദാസറിന് വേണ്ടി പ്രിയ പ്രണയിനി എന്ന് പറഞ്ഞൊരു ആൽബം ഇറക്കിയിട്ടുണ്ട്. എ.ടി. ഉമ്മർ സാറിന്റെ അവസാനത്തെ ഉറപ്പ് വരുന്നത് അത് ഞാൻ വായിച്ചിട്ടുണ്ട്. ഒരു പാവ മനുഷ്യന്. മാസ്റ്ററിന് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഉമ്മറയെന്ന് വിളിച്ച ഇങ്ങനെ തൊഴുകൊണ്ട് നിൽക്കുന്നു. ഭയങ്കര ഒരു പാവ മനുഷ്യനായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ എത്ര പാട്ടുകളുണ്ട്. ഒരു നിമിഷം തരൂ, നിന്നിലലിയൻ, കാഞ്ചനത്തറകൾ, നീലജലാശയത്തിൽ, ഇത്ര മനോഹരമായിട്ട്, വാഗപ്പൂമരം, ആവശ്യം പോലെ മാരുവില്ല് പന്തലിട്ട്, അനുവദിക്കൂ, ചന്ദ്രകലാധരന് കൺകുളിക്കാൻ, കാറ്റു താരാട്ടും, അങ്ങനെയൊക്കെ പാട്ടുള്ള, അഹിംസയിലൊക്കെ ഒരുപാട് പാട്ടുകളുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു പ്രോഗ്രാം നടത്തണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. ചേട്ടന്റെ ഡ്രീമുകളെല്ലാം സക്സസ്ഫുൾ ആവട്ടെ. എല്ലാവിധ അനുഗ്രഹങ്ങളും എല്ലാവിധ ആശംസകളും നൽകുന്നു. വളരെ സന്തോഷം. യുഎഇയില് വന്നിട്ട് എന്താ പറയാ, നാട്ടിലത്തെ പോലെ തന്നെ ഇവിടെയും ഒരുപാട് പ്രോഗ്രാംസും ഒരുപാട് അപ്രീസിയേഷനും കിട്ടട്ടെ. ഇവിടെ വന്നിട്ട് സ്പാർക്സ് മീഡിയയിൽ വന്നിട്ട് ഞാൻ കുറെ നാളത്തെ പരിശ്രമത്തിന് ശേഷമാണ് വൈചേട്ടനെ ഇവിടെ എത്തിച്ചിട്ടത്. അതുകൊണ്ട് അതിനൊരുപാട് ഒരുപാട് ഒരുപാട് നന്ദി. ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. ഡ്രീം ഉണ്ടെന്ന് പറഞ്ഞു, ഭയങ്കര ഒരു ഡ്രീം ഉണ്ട്. അതിങ്ങനെ ഇങ്ങനെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് നടക്കും, എനിക്ക് ഉറപ്പുണ്ട്. മീൻസ് മനസ്സിനെ പാകപ്പെടുത്തിക്കൊണ്ടിരിക്കുക. അത് പറ്റും എന്നുള്ളതാണ്. അത് ഒരുപാട് എക്സ്പെൻസീവ് ആണ്. അത് ഒരുപാട് ഈ പറഞ്ഞ മ്യൂസീഷ്യൻസിനെ ആദരിക്കുന്ന വളരെ ലെജൻഡറി ആയിട്ടുള്ള, വളരെ സീനിയേഴ്സ് ആയിട്ടുള്ള മ്യൂസീഷ്യൻസ് ഉണ്ട്. ചിലപ്പോൾ കുറച്ചവർക്കൊക്കെ വയ്യായ്മയുണ്ട്. അപ്പൊ ഞങ്ങൾ നാദബ്രഹ്മ പറഞ്ഞില്ലേ, 38 വർഷമായി നാദബ്രഹ്മയുടെ പേരിൽ ഒരു അവാർഡ് ഉണ്ടാക്കിയിട്ട്. എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ അന്ന് മുതലുള്ള ആർട്ടിസ്റ്റുകളും വയ്യാതിരിക്കുന്ന ആർട്ടിസ്റ്റുകൾക്കൊക്കെ പിന്നെ ഒരു പ്രചോദനമായിട്ട് പുതിയ ആൾക്കാർക്ക് ഒരു ഒരു അവാർഡ് നാദബ്രഹ്മയുടെ പേരിൽ, ഗോപാലകൃഷ്ണൻ ചേട്ടന്റെ പേരിൽ, ശാസ്ത്രമംഗലം ഗോപാലകൃഷ്ണൻ അല്ലെങ്കിൽ നാദബ്രഹ്മയുടെ പേരിൽ ഒരു അവാർഡ് ഇത് നടത്തണമെന്നാണ്. എല്ലാ വർഷവും നടത്തണമെന്നാണ്. പിന്നെ ഒരുപാട് എൻ്റെ കൺസെപ്റ്റ് പറഞ്ഞാൽ ഓരോ ജില്ലയിലെ ഒരു ടോപ്പ് 5 മെമ്പേഴ്സ്, സീനിയർ ആയിട്ടുള്ള മെമ്പേഴ്സിന്, മ്യൂസീഷ്യൻസിന് ഒരു ആദരിക്കുകയും അവർക്കൊരു ധനം കൊടുക്കണം. ചുമ്മാ പൊന്നാടായിട്ടില്ല. ഞാൻ വരുന്ന സമയത്തൊക്കെ എനിക്കും നമ്മുടെ അഷ്റഫ് താമരശ്ശേരി ഉണ്ടല്ലോ, ആ പുള്ളിക്കാണ് ഏറ്റവും കൂടുതൽ പൊന്നാട കിട്ടിയിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു എല്ലാ സ്റ്റേയിലും പൊന്നാടയായിരുന്നു. ഒരു പൊന്നുണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ കോടീശ്വരനായിരുന്നു എന്ന് പറഞ്ഞു. അത് ധനം കൊടുത്ത് അവർക്ക് ഒരു ആരോഗ്യത്തിന് അല്ലെങ്കിൽ ചികിത്സയ്ക്ക് വേണ്ടി ഒരു ഫണ്ട് കൊടുത്ത് നല്ല രീതിയിൽ കൊടുക്കുക. 1000 രൂപ കൊടുത്തിട്ട് കാര്യമില്ലല്ലോ. അങ്ങനെ ഒരു ആഗ്രഹമുണ്ട്. ലോട്ടറി അടിക്കട്ടെ, അങ്ങനെ ചെയ്യാം. എന്തായാലും എല്ലാ ആഗ്രഹങ്ങളും എല്ലാ എന്താ പറയാ, നമ്മള് എന്താ പറയാ, കുന്നോളം ആഗ്രഹിച്ചാലാണ് കുന്നിക്കുരോളം കിട്ടാന്നുള്ള എന്തോ കാര്യം മനസ്സിലായില്ലേ? കാര്യം മനസ്സിലായി. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പൊ അതുപോലെ ഈ ആഗ്രഹങ്ങളെല്ലാം അതിന്റെ ഏറ്റവും എന്താ പറയാ സൂപ്പറായിട്ട് പരിഹരിക്കാനായിട്ടുള്ള ഒരു ദൈവാനുഗ്രഹവും അല്ലെങ്കിൽ അതിലുള്ള സന്ദർഭങ്ങളും സാഹചര്യങ്ങളും ഒക്കെ ബൈജോൺ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. ഒപ്പം ഞങ്ങളുടെ സ്പാർക്സ് മീഡിയ ടീമിന്റെ വക എല്ലാ ആശംസകളും നേരുന്നു. ഞങ്ങളുടെ ടീമിന്റെ എല്ലാ ടീമും ഇപ്പൊ കുറച്ച് കുട്ടികളും വരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ബൈജോണാണ് വരുന്നത് എന്നോട് കൂടിയിട്ട് അല്ലല്ല അതുകൊണ്ട് വരാന്ന് വെച്ചു. പക്ഷെ അവർക്ക് വേറെ പ്രോഗ്രാംസ് ഉള്ളതുകൊണ്ടാണ്. പിന്നെ ഓൾറെഡി വേറെ പ്രോഗ്രാം കഴിഞ്ഞിട്ടാണ് ഞാനും വരുന്നത്. അപ്പൊ അവർക്ക് വേറെ പ്രോഗ്രാം ഉള്ളത് അവർ അങ്ങോട്ട് പോയി. അപ്പോ എന്തായാലും അവരുടെ ഒരു പ്രത്യേക അന്വേഷണം. സന്തോഷം, എനിക്കും വളരെ സന്തോഷം. എന്നെ ഇങ്ങനെ വിളിച്ചിട്ട് വളരെ മനോഹരമായിട്ട് സംസാരിപ്പിച്ചതിനും, അല്ല ഞാൻ സംസാരിക്കുന്നതല്ല, രേഖ സംസാരിച്ചതിനും, ഇങ്ങനെ ഒരു അവസരം ഉണ്ടാക്കിയതിനും സ്പാർക്സ് മീഡിയ ഹൗസിനും എൻ്റെ എല്ലാ ഭാരവാഹികൾക്കും എല്ലാ അംഗങ്ങൾക്കും നല്ലത് വരട്ടെ, നന്മ മാത്രം വരട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. നമസ്കാരം.